ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ ഓരോ ദിവസത്തെ കഥകളും നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് ആ മനസ്സ് ഈശ്വര പ്രേമത്തിലേക്ക് അഴ്ത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുള്ള അനുഭവം പങ്കുവച്ചപ്പോൾ പലർക്കും ആ അനുഭവം ഒരു എന്താ പറയുക, നമ്മുടെ സങ്കല്പത്തിൽ നിന്നെടുത്തിട്ട് അതിനെങ്ങനെ പോഷിപ്പിച്ച് പറയുന്ന ഒരു പോലെയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. അങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്തു. അങ്ങനെ ഓരോരുത്തർ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് എന്തൊക്കെയോ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അതുപോലെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയല്ല എന്നുള്ളത് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉള്ളവർക്ക് തന്നെ അറിയാം. കാരണം ഇത് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും എനിക്ക് പേഴ്സണലായിട്ട് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പോൾ അവർക്കേ അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്കത് മനസ്സിലാവില്ല. എത്രയായാലും അവനവന് ഒരു അനുഭവം ഉണ്ടാവണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ആ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വര കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യണത്. അപ്പോൾ ആ അനുഭവം അതേ ഒരു ഉദ്ദേശം തന്നെയാണ് ഭക്തന്മാർ തമ്മിൽ അവരുടെ കൃഷ്ണാനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത്. കാരണം അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം, ആ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ ആ ഭഗവാനിലേക്ക് അടുക്കും. അങ്ങനെ ഭഗവാനിലേക്ക് അടുക്കും തോറുമാണ് നമുക്ക് ശരിക്കും ആ ഭഗവാന്റെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവില രണ്ടായിട്ട് കണ്ട്, അത് ഏതാ, ഞാൻ വേറെ ഭഗവാൻ വേറെ, അല്ലെങ്കിൽ രാധ ഒരെണ്ണം രാധയാണ് കൃഷ്ണനാണ്. അപ്പോൾ നമുക്ക് രാധയാവാൻ കൊതിക്കും, രാധയെ പോലെ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ രണ്ടായിട്ട് കണ്ട് ഇരിക്കുന്നു. അപ്പോൾ ആ രണ്ടായി കണ്ടിട്ട് ആ രണ്ട് ഒന്നിലേക്ക് ലയിക്കാനുള്ള ആ ഒരു തീഷ്ണമായ ഇഷ്ടത്തോട് കൂടിയിട്ട് ആ ഒന്നിനോട് അടുക്കും തോറും നമുക്ക് മനസ്സിലാവും രണ്ടില്ല, അവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാകും. അല്ലേ, വെള്ളത്തിൻ്റെ തുള്ളി പോലെ ആ വെള്ളം മാത്രമേ ഉള്ളൂ, അത് രണ്ട് പാത്രത്തിൽ പകർന്നു വെച്ചപ്പോൾ രണ്ടായിട്ട് തോന്നുന്നു. അത് രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചാൽ അത് വേറെ, കപ്പിലിരിക്കുന്ന വെള്ളം വേറെ, ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം വേറെ, അങ്ങനെ ഉണ്ടോ? ഇല്ല, അത് ഒരുമിച്ചേ ഉള്ളൂ. അപ്പം അതുപോലെ ഓരോരോ പാത്രങ്ങളിൽ നിറച്ച് വയ്ക്കണോ ഈശ്വര എൻ്റെ ആ ഭഗവാന്റെ കാരുണ്യം. ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ്. അവരെ തിരിച്ചറിയണം, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങൾ നീങ്ങണം. ആരെങ്കിലും ഒരാളോട് വന്നിട്ട്
നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഭക്തിയെ പറ്റിയിട്ട് പറയണോ, നിങ്ങൾക്ക് എന്തൊരു ഭക്തിയാണ്, നിങ്ങൾക്ക് എന്തൊരു ഈശ്വരപ്രേമാണ്, നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ആ ഭഗവാനോട് അടുത്ത് നിൽക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുമാവും ഞാൻ നല്ല ഭക്തനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഭക്തയാണ്, എല്ലാവരും ഒരേപോലെ പറയണ്ടല്ലോ എന്ന്. അതങ്ങനെയല്ല. ആ പറയുന്നവരുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം അത്രയും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണാനുള്ള ഒരു കഴിവ് അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ, നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പിന്നെ ഇവിടെ ഇരുന്ന് പറച്ചിലും കേൾക്കലും ഒന്നും ഉണ്ടാവില്ല. ആ സാക്ഷാത്കാരം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് ആ ഭഗവാന്റെ ആ കൊതി വർദ്ധിപ്പിച്ച് നാമം ജപിച്ച് ഭഗവാനോട് ചേരണത്. അതിന് ഒരു പ്രത്യേക മാധുര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ബ്രഹ്മമായിരുന്ന ശ്രീശുകം, ആ ശ്രീശുക ബ്രഹ്മർഷി ആ ബ്രഹ്മഭാവത്തിൽ നിന്ന് താഴോട്ട് ആവിരാസീത് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരമപ്രേമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ ഭക്തന്മാരെ. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് ആ ബ്രഹ്മത്തെ പറ്റി പറയാൻ ബ്രഹ്മത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അത് നന്നായി പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് ആ പ്രേമം നിറയ്ക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം ആവിരാസീത്, ആ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. അതുതന്നെയല്ലേ ഭഗവാനും ആവിരാസീത്, ഇറങ്ങി വരണം. ഇപ്പോൾ സർവപ്രപഞ്ചത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ ഇറങ്ങി വരണം. അപ്പോൾ ആ മഹത്വത്തെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടും കേട്ടും അനുഭവിച്ചും കൊതിച്ചും, എത്രയോ കൊതിച്ച് ആണ് ഇതൊക്കെ. അത് പെട്ടെന്ന് വിചാരിക്കുമ്പോഴേക്കും കിട്ടിയ ഒന്നിനൊരു വില ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ എത്രയും നമുക്ക് അതിനു വേണ്ടിയിട്ട് തീവ്രമായി. ഇപ്പോൾ ചിലവർ പറയും ഗുരുവായൂർ പോയി തൊഴാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കണോ, ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയും. നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്, ആ പോകണമെന്ന് വിചാരിച്ച് പോയി തൊഴുതു വന്നു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഗുരുവായൂരപ്പനെ അടുത്ത തവണ പോണ സമയത്ത് ആലോചിക്കുള്ളൂ. അതേസമയം പോകാൻ സാധിക്കാത്തവരെ എപ്പോഴാണ് ഭഗവാനെ ആ ഗുരുവായൂർ നടയിലൊന്ന് എത്താൻ സാധിക്കുക? എപ്പോഴാണ് അതാ ആ കുമാരേട്ടൻ പറയണ ഓരോരോ രൂപങ്ങൾ അതിമനോഹരമായിട്ട് മുട്ടുകുത്തി നിൽക്കണ കണ്ണനെ പറ്റി പറയണു. ആ പല വിധത്തിലതാ മത്സ്യത്തിൻ്റെ അവതാരത്തിൽ നിൽക്കണ കണ്ണനെ പറ്റി പറയണു, ഊഞ്ഞാലാടണ കണ്ണനെ പറ്റി പറയണു. ഇതൊക്കെ ഒന്ന് കാണാൻ എപ്പോഴാണ് ഭഗവാനെ തരാവുക എന്ന് കൊതിച്ച് കാത്തിരിക്കണവരോട് ഭഗവാന് കൂടുതൽ സ്നേഹമാണ്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ ഒഴിഞ്ഞു പോണേയില്ല. ഇപ്പോൾ കുമാരേട്ടൻ പറയാറുണ്ട്, ആ നല്ല ഭംഗിയായിട്ടൊരു ഉണ്ണിക്കണ്ണനാണ്, ചിരിച്ചിട്ട് നമ്മളെ കണ്ടാൽ കൈ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു അവനവൻ്റെ സങ്കല്പത്തിൽ. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന വിഗ്രഹം ചിരിക്കുമോ? സങ്കല്പത്തിലല്ലേ ചിരിക്കണു എന്ന് പറയുന്നത്. ആ കാലിങ്ങനെ ആട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ ഇരുന്ന് കാലാട്ടുണ്ട്. അദ്ദേഹത്തിന് അത് അനുഭവമാവുന്നുണ്ട്. അവിടെ കാണുമ്പോൾ ആ ഉള്ളിലുള്ള ഭഗവാനെ ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയണത്. അത് ഇമാജിനേഷനാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരോട് സഹതപിക്കാനല്ലാണ്ട് ഒന്നിനും സാധിക്കില്ല. കാരണം അവനവന് അനുഭവയോഗം ഉണ്ടാവണമെങ്കിൽ അവനവന് കൊതി ഉണ്ടാവണം. ആ കൊതി ഉണ്ടായാൽ മാത്രമേ അനുഭവയോഗം ഉണ്ടാവുള്ളൂ. മാറി നിന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസമായിട്ട് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നടക്കുന്ന സപ്താഹത്തിൽ പങ്കെടുക്കാൻ ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു. ഒരു ദിവസം പൂർണ്ണമായും ഇരുന്ന് കേൾക്കാൻ സാധിച്ചു. കൃഷ്ണാവതാരം വരെ, അതായത് ഗജേന്ദ്രമോക്ഷം മുതൽ കൃഷ്ണാവതാരം വരെ കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഗജേന്ദ്രമോക്ഷത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം, അതിൻ്റെ തലേ ദിവസം നരസിംഹാവതാരമായിരുന്നു. അതിന് ശേഷം ആ വർണ്ണാശ്രമ ഗൃഹസ്ഥാശ്രമിയുടെ ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹം അവിടെ കാവനാട് രാമൻ തിരുമേനിയാണ് സപ്താഹാചാര്യനായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ,
നമുക്ക് നന്നായി വിശക്കുന്നുണ്ട്, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്വാദുള്ള വിഭവം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ ഒരു ഉരുള ഉണ്ടു, 2 ഉരുള ഉണ്ടു, 3 ഉരുള ഉണ്ട്, വിശപ്പ് മാറണില്ല. ഇതെന്താ കാര്യം, ഇത് ഉണ്ടട്ട് വിശപ്പൊന്നും മാറണില്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ തട്ടി മാറ്റി. ഇത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതുകൊണ്ടൊന്നും വിശപ്പ് മാറില്ല, വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ, വിശപ്പ് മാറില്ല എന്ന് ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? അതോ വിശപ്പ് മാറുന്നത് വരെ അവർ ഊണ് കഴിക്കുമോ? എങ്ങനെയാണ്? അത് കഴിഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി എത്തി ചിന്തിച്ചു, അതൊരു കാര്യം. പിന്നെ കുറേ കഴിഞ്ഞ് ആദ്യം വിശക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പോഴും ഇതുപോലെ തന്നെ കഴിക്കും. അത് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ കൂട്ടി ചിന്തിച്ചതാണ്. കാരണം ഒരു തവണ കഴിച്ചു, വിശപ്പൊക്കെ മാറി, ഇനി വിശക്കില്ലായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം വിശക്കണു, ഈ കഴിച്ചതൊക്കെ കഴിച്ചേക്കാളും കൂടുതൽ വിശപ്പാണ് തോന്നണേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആഹാരം കഴിച്ചിട്ട് എന്താ കാര്യം, ഒരു ഇത്തിരി വിശപ്പ് മാറിയെന്നൊരു തോന്നലേ ഉള്ളൂ, വിശപ്പൊന്നും മാറുന്നില്ല, അതേ പിന്നെയും വിശക്കണം, അപ്പോൾ ആഹാരം കഴിച്ചിട്ട് കാര്യമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കില്ല. അത് പക്ഷേ ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നവരാണെങ്കിലോ നാമം ജപിച്ചു, കൃത്യമായിട്ട് നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ ആ നാമം ഇപ്പോൾ ഒരു വർഷത്തോളം ഒരു ഉപാസന പോലെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ 1 വർഷമൊന്നും അവർക്ക് ക്ഷമയുണ്ടാവില്ല. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കഷ്ടി വരെ പിടിച്ച് നിൽക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ പറയും ഇത്രയും ദിവസം ഞാൻ ജപിച്ചിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം, മാറ്റം വരണ്ടേ? ഒരു മാറ്റവും വരണില്ല എന്ന്. അപ്പോൾ ആ മാറ്റം വരണില്ല എന്ന് വെച്ചാൽ എത്ര നമ്മുടെ ഉള്ളിലപ്പോൾ ആ മനോമാലിന്യങ്ങൾ ഉണ്ടെന്ന് ആലോചിച്ച് വൃത്തിയാക്കിയിട്ട് വൃത്തിയാവണില്ലേ? എന്നും അടിച്ചു വാരുന്ന ഗൃഹം വൃത്തിയാവണ പോലെ ആഴ്ചയിലൊരിക്കലും അടിച്ചു വാരുന്ന ഗൃഹം വൃത്തിയാക്കാൻ പറ്റില്ല. മാസത്തിലൊരിക്കലാകുമ്പോൾ കുറേയും കൂടി ബുദ്ധിമുട്ടായി. വർഷത്തിലൊരിക്കലാണെങ്കിലോ, അപ്പോൾ 5-6 വർഷം അടച്ച് പൂട്ടിയിട്ടേക്കണ വീടാണെങ്കിലോ. പിന്നെ മറ്റൊരു കാര്യം കൂടിയും പറയാം. അപ്പോൾ അടുത്ത് ഉള്ള സ്ഥലത്ത് അടച്ചിട്ടേക്കണ വീടാണ് എന്ന് മാത്രമല്ല, വീടുകൾ അവിടെ ആ ഒരു വീട് അടച്ചിട്ടിട്ടില്ല, നമ്മളവിടെ താമസം ഉണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. ആ വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്തെങ്കിലും പണി നടക്കുകയാണ്, റോഡ് പണിയോ മറ്റുള്ള കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ഈ പൊടികൾ ഈ ജനാല തുറന്നിട്ടേക്കാണല്ലോ, ആ ജനാലിലൂടെ അകത്തേക്ക് ഇങ്ങനെ വന്ന് കയറും. എന്നിട്ട് അകത്ത് മുഴുവനും പൊടി നിറയും. ഇന്ന് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ വീണ്ടും കാണാം പൊടി. കാരണം എന്താ, അവിടെ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുക. അപ്പോൾ ആ ജനവാതിലുകളും ഇതൊക്കെ അടച്ച് ഭദ്രാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ പൊടിയെ കുറച്ച് തടയാൻ നമുക്ക് സാധിക്കും. അതും കുറച്ചെന്നേ പറയാൻ പറ്റില്ല, മുഴുവനായിട്ടൊന്നും സാധിക്കില്ല. അങ്ങനെ അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഈ പൊടിയൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ നമ്മൾ എന്തിനോടാണോ സംഘമായിട്ട് ഇരിക്കണത്, അവർ പറയണത് കേട്ടും അതും ഇതും അതിൻ്റെ അടുത്തിരുന്നാൽ മതി. 2 ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ട്, അത് അപ്പുറത്തുള്ള ഒരാളെ പറ്റി പരദൂഷണോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അടുത്തിരുന്നാൽ മതി. അവിടെ നിന്ന് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളതിൻ്റെ അടുത്തിരുന്നാൽ മതി. അപ്പം നമ്മുടെ കണ്ണ് പതുക്കെ അവരൊന്ന് ശ്രദ്ധിക്കും. വാതിലൊക്കെ തുറന്നു, കാതിൻ്റെ വാതിൽ തുറന്നു, കണ്ണിൻ്റെ വാതിൽ തുറന്നു. ചിലപ്പോൾ എന്തെങ്കിലും 1-2 അഭിപ്രായം പറഞ്ഞു വരും. അത് മതിയല്ലോ, നമ്മുടെ ഉള്ളിലേക്കും ആ മനോമാലിന്യം കയറി. ഇങ്ങനെ എത്ര മാലിന്യം നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കണേ, അത് വൃത്തിയാക്കാൻ നല്ല പാട് തന്നെയാണ് അത്രയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സത്സംഗത്തിലിരിക്കാൻ പറയണത്. സത്സംഗത്തിലിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ പൊടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് വൃത്തിയാക്കാൻ അല്ലേ, ഒരാൾ തന്നെ വൃത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വീടുകൾ വൃത്തിയാക്കാൻ ഒരു 5-6 പേരെ കൊണ്ടുവന്നു. ചിലവരുടെ കയ്യിലൊക്കെ യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട് അത് വൃത്തിയാക്കാൻ. അവരോടൊക്കെ കൂടിയിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലീനായി എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ നാമജപം എന്ന് പറയുന്നത്. സത്സംഗം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സത്സംഗങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമജപത്തിൽ പങ്കെടുക്കുക, നാരായണീയമാനയിൽ പങ്കെടുക്കുക, കീർത്തനങ്ങൾ ചൊല്ലുക. ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാലിന്യം കുറഞ്ഞു വരും. അതിപ്പോൾ ഒരു കൂട്ടർ വന്നു, അങ്ങനെ ഒരു ദിവസം അടിച്ചു വാരി തുടച്ച് പോയി, ഇനി അടുത്ത ദിവസം തൊട്ട് അടിച്ചു വാരി തുടക്കേണ്ട, അങ്ങനെയില്ല. പിന്നത്തെ ദിവസം തൊട്ട് ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ ആദ്യം വരും.
അതുപോലെ ഇതൊരു സപ്താഹം കേട്ടു അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ടോണ്ട് ബാക്കിയുള്ളതൊന്നും മുടക്കുകയല്ല ചെയ്യണ്ടേ. അതിനെ നിത്യോപാസന മുടക്കാണ്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു നാമം നിത്യവും ഉപാസനയായിട്ട് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഉപാസന പോലെ ഇരുന്ന് ജപിക്കണം എന്നാ പറയാം. അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് ജപിക്കണം എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ നമുക്ക് നേരമില്ലാണ്ടാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴോ മുറ്റടിക്കുമ്പോഴോ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നാമം ജപിക്കുക. അത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് അത് നല്ലതാണ് നമ്മുടെ മനസ്സിനെ ഭഗവാനോട് അടുപ്പിക്കാൻ. പക്ഷേ ഇത് സ്ഥിരമായിട്ട് നിത്യമായിട്ട് മുടങ്ങാണ്ട് അരമണിക്കൂർ എപ്പോഴാണ് സമയം കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴാവും അരമണിക്കൂർ ഇരിക്കാനുള്ളൊരു സമയം ഉണ്ടാവുക. അതായത് ഒരു ദിവസം മാത്രം പോരാ, എന്നും ചെയ്യേണ്ടതാണ്. അപ്പം എന്നും ഒരുപോലെ. ചിലവർക്കൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി കിടക്കണ നേരത്തൊക്കെയോ 10 മണി ആയിട്ടുണ്ടാവും 10:30 വരെ നാമം ജപിച്ച് കിടക്കാൻ. ആയിക്കോട്ടെ. ചിലവരിപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യണവരാവും. അവർ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഊണ് കഴിക്കാനുണ്ട്. 1 മണിക്കൂറൊന്നും വേണ്ടല്ലോ ഊണ് കഴിക്കാൻ, അരമണിക്കൂർ മതി. ആ അരമണിക്കൂർ ഊണ് കഴിച്ചാൽ എവിടെയെങ്കിലും ചെന്നിട്ട് സ്വസ്ഥമായിട്ട് ഉറക്കരുത് നാമം ജപിക്കുന്നല്ല, മനസ്സിൽ ജപിച്ചാൽ മതി. പക്ഷെ അത് ജപിക്കണം. സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു ജപമാലയും കയ്യിലെടുക്കുക. ജപമാല കയ്യിലെടുത്താൽ നമുക്കൊരു ഏകാഗ്രത കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നാമം ജപിക്കുക. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി നമുക്ക് സ്വസ്ഥാവാനായിട്ട് ശരിക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ. മാറി നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10 ദിവസം ചെയ്തു എന്നിട്ടത് കാര്യമില്ല എന്ന് മാത്രമല്ല, പിന്നെ മറ്റുള്ളവരോട് പറയാം ഒരു കാര്യമില്ല, ഞാൻ ചെയ്തു നോക്കിയത്, ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് എനിക്കൊരു ഗുണമില്ല. ചില രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ പറയണേക്കാം, അവിടെ ഞാൻ ചികിത്സയ്ക്ക് പോയതാ, ഒരു കാര്യമില്ല, അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. അദ്ദേഹം അവിടുത്തെ ഡോക്ടർ എങ്ങനെയാണോ നമ്മളോട് പറഞ്ഞേക്കണം അതുപോലെ കൃത്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. മരുന്ന് നേരത്തിന് കഴിച്ചിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞ പഥ്യങ്ങൾ പാലിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെയോ അത് മാറാത്ത. ആ ഡോക്ടർ ചീത്തയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതേ വേണ്ടതുപോലെ എടുക്കാണ്ടാണ്. അപ്പം നമ്മൾ ഒരാളും പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവരുടെ വാക്കുകളെ കേട്ടിട്ടല്ല വേണ്ടത്, അവനവൻ അനുഭവിച്ചറിയാൻ വേണ്ടത്. അതിന് അവനവനെ തന്നെ പൂർണ്ണമായിട്ടും എനിക്കിത് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം. കഴിഞ്ഞ ദിവസം സപ്താഹത്തിന് പോയ സമയത്ത് ഫോൺ കയ്യിലെടുക്കാണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരില്ല, അപ്പോൾ ഫോൺ എടുക്കാറില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഫോൺ എടുക്കാണ്ടിരുന്നാൽ എന്താ ചെയ്യുക? ഫോൺ കയ്യിൽ വെച്ചൂടെ? സൈലൻറ്റിലാക്കി വെക്കണം. സൈലൻറ്റിലാക്കി ബാഗിലിട്ടാൽ ഫോൺ വരുന്നുണ്ടോയെന്നൊന്നും നമുക്ക് അറിയാൻ പോണില്ല. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വിളിച്ചു, എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു, എന്തെങ്കിലും ഇതിങ്ങനെ നോക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടേക്കാണ് പോവുക? ഈ ഫോണിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ചോദിച്ചത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു ചെന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കാൻ പോണത് ഗുരുവായൂരപ്പൻ്റെ കഥയാണ്, ഞാനവിടെ ഇരിക്കുന്നത് ഈശ്വരനാമം ജപിക്കാനാണ്, ഞാനവിടെ ശ്രവിക്കുന്നത് ഭഗവാന്റെ കഥയാണ്. അപ്പോൾ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് ഭഗവാനിലുണ്ട്. ആ ഉറപ്പ് എനിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അവിടെ ചെന്നിരിക്കണേ? പിന്നെ എന്തിനാണ് ഞാൻ നാമം ജപിക്കണേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്നും വേണ്ട. ഈ നമ്മുടെ കണ്ണും കാതും അതൊക്കെ പലതും നമ്മളെ ആകർഷിക്കുന്നത് ഭഗവാന്റെ കാര്യത്തിലായിട്ട് ആകർഷിക്കായാലും ആയിക്കോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കൃഷ്ണാവതാരം അവിടെ നടക്കുകയാണ്. ആ കൃഷ്ണാവതാരത്തിന് അതിമനോഹരമായിട്ട് ആ വേദിയിൽ മുഴുവനും ആ ചിരാതുകളൊക്കെ അങ്ങനെ ഒരുക്കി. അപ്പോൾ ഗോലോകത്തെയാണ് ഓർക്കേണ്ടത്. ഗോലോകത്ത് രാധാറാണിയുടെ ആ പിറന്നാളിനെ എല്ലാവരും കൂടിയിട്ട് ചിരാതൊക്കെ കത്തിച്ച രാധാറാണിയുടെ ആ മഹത്വം, ആ ഒരു അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ ഭഗവാന്റെ ആ
അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു വരവിനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയത്ത് ഈ വേദിയിൽ ഇങ്ങനെ ഒരുക്കുമ്പോൾ അവിടെ ഇരുന്ന് ഭാഗവത ആചാര്യനായിട്ടുള്ള അദ്ദേഹം എല്ലാവരുടെ ഉള്ളിലേക്കും നല്ല മനോഹരമായിട്ട് ആ കൃഷ്ണ പ്രേമത്തെ പകർന്നു കൊടുക്കുന്നുണ്ട്. പാരായണം ചെയ്യണവരായാലും വേണ്ടില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മനോഹരമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ടായി ശ്രദ്ധിച്ചിരിക്കുന്നവരുടെ ഇടയിൽ കയറി നിന്ന് ഈ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും മാത്രം ചെയ്യുക. ഇതാണ്. അപ്പം അതാ ആ മൊബൈലിലേക്ക് പകർത്തി എത്ര ദിവസം ഈ പകർത്തിയത് ശരി, ആ പകർത്തിയ അത് എത്ര ദിവസം ഇവർ കാണുന്നുണ്ട് നോക്കണം. അപ്പോഴത്തെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇത് പലർക്കും പകർന്നു കൊടുത്ത് കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവർക്കതിൽ ശ്രദ്ധയില്ല. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ കളയണമുണ്ട്. അവർ നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുമ്പോൾ എത്രയൊക്കെ ആയാലും മനുഷ്യനാണ്, അവരുടെ കണ്ണങ്ങോട്ട് പോയിന്ന് വരും, ഇത് പറയേണ്ടത് ശരിക്കും കേട്ടില്ല എന്ന് വരും, ശ്രദ്ധ പോയിന്ന് വരും. അപ്പോൾ എന്തുണ്ടായി? ആ ഭഗവാനോടുകൂടി സംഗമിച്ചിരിക്കുന്ന ആ ജീവനെ ഭഗവാനിൽ നിന്ന് വേർപ്പെടുത്തി. എന്തൊരു മഹാപാപമാണ് അതുകൊണ്ട് അനുഭവിക്കണേന്നറിയോ? വലിയൊരു പാപം തന്നെയാണത്. അതേസമയം മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞുതരാം. പലരും വീടുകളിലിരുന്ന്, ഞാനത് ചെയ്യാറുള്ളൊരു കാര്യമാണ്. അഥവാ ആരെങ്കിലും പറയണ സമയത്ത് ഞാൻ ചിലപ്പോൾ മൊബൈൽ കൈവശം വയ്ക്കാറുണ്ട്. അത് കൈവശം വയ്ക്കുന്നുണ്ടെങ്കിലും എയർപ്ലെയിൻ മോഡിലിട്ടിട്ടാണ് വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചാൽ, ഇവിടെ പറയുന്ന ഈ പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ അത് ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരുപാട് കൊതിച്ചിരിക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്കത് പകർന്നു കൊടുക്കുമ്പോൾ അത് അവർക്കൊരുപാട് സന്തോഷമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ അത്രയ്ക്ക് കളയൊന്നുമില്ല. അത് അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചാൽ പിന്നെ പ്രഭാഷണം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക, അത്രയേ വേണ്ടൂ. ആ സമയത്ത് മാത്രം അതൊന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്യേണ്ട. അതാണെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. ശബ്ദം മാത്രമല്ല, അല്ലാണ്ട് വീഡിയോ റെക്കോർഡിംഗ് അല്ലല്ലോ, ശബ്ദം മാത്രമല്ലേ എടുക്കണുള്ളൂ. ഇപ്പോൾ ഈ വാട്സാപ്പൊക്കെ ഉണ്ടായ കാരണം ആ പറയണ ആളുടെ വാട്സാപ്പിൽ ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ വച്ചാൽ മതി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആ നെറ്റ് അങ്ങോട്ട് തുറന്നാൽ ഇത് അവർക്ക് എത്തുകയും ചെയ്യും. ആർക്കും ശല്യമില്ല. നമുക്ക് ഓരോന്നും ഭഗവാൻ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ച് നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും നമ്മളിതിനെ സ്വയം അനുഭവിക്കണില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ജീവന് വിഘ്നമായിട്ട് തീർന്നാൽ അത് മഹാപാപത്തിന്, അതും ഒരു പാപമാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കർമ്മപ്രാരാബ്ധമായിട്ട് വന്ന് ചേരും. പക്ഷെ എത്ര പേർക്കത് അറിയാം? ഇതൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഒരു വിലയില്ല, കാരണം അവർക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് അതും ഇതും വരുമ്പോൾ പറഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കിയ മകൻ, പൊന്നുപോലെയാണ് അച്ഛനും അമ്മയും മകനെ നോക്കി. അമ്മയ്ക്ക് ആ മകൻ എന്ന് വെച്ചാൽ ജീവനാണ്. അതൊരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ മകന് കൊടുത്തിട്ടേ കുടിക്കുള്ളൂ. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭർത്താവിനോട് കാണിക്കുന്ന അതേപോലെയുള്ള ആ പാതിവൃത്യം പോലെ തന്നെ ഈ മകനോട് അത്രയും ബഹുമാനവും ശ്രദ്ധയും ഒക്കെ ചെലുത്തിയിട്ടാണ് ആ അമ്മ ആ മോനെ വളർത്തിക്കൊണ്ടുവന്നുണ്ടാക്കിയത്. പക്ഷെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് വന്നതോടു കൂടിയിട്ട് ഈ എന്തൊക്കെയോ അമ്മയെ പറ്റിയിട്ട് അവരുടെ ഉള്ളതാവാം ഇല്ലാത്തതാവാം. ചിലപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു സ്വാർത്ഥത, ഇത്രയും സ്നേഹിച്ച് വളർത്തിയ മകൻ്റെ സ്നേഹം വേറൊരാളും കൂടി പങ്കിടണമെന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടാവും, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരണ സമയത്ത് അമ്മയും ഭാര്യയും ഒരുപോലെ മനസ്സിലാക്കിയിട്ട് രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് ആ മകൻ്റെ അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ ചുമതലയാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗൃഹധർമ്മങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതുപോലെയുള്ള സത്സംഗങ്ങളൊക്കെ കേൾക്കണം. എന്തോ അത് പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. അപ്പം ഈ പറയണ ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് രണ്ടുപേരും ഒന്നും ചിന്തിച്ചില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഒരേ ഒരു മകനെ വളർത്തിക്കൊണ്ടൊന്നുണ്ടാക്കിയിട്ട് ആ മകനെ മകനോട് അമ്മ കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണമെങ്കിൽ കാണിച്ചോട്ടെ, അമ്മയുടെ മോനല്ലേ. അങ്ങനെ ചിന്തിക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല. അങ്ങനെ എന്തിനു പറയണ, അവസാനം
അമ്മയും മകനും തമ്മിൽ പിരിഞ്ഞു. അമ്മ വേറെയായി, മകൻ വേറെയായി താമസിച്ചു. മകനും അമ്മയും തമ്മിൽ കണ്ടാൽ മിണ്ടില്ല, തിരിഞ്ഞു നോക്കില്ല. രണ്ടു പേർക്കും ഒരുപോലെ. ഇത്രയും സ്നേഹിച്ച മകൻ തന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ അതിൻ്റെ വൈരാഗ്യം അമ്മയ്ക്ക്. അമ്മോട് ശത്രുത മകന്. പിരിഞ്ഞ് താമസിച്ചു. നാഴി വെള്ളം കൊടുക്കാനോ എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. കാലങ്ങളൊക്കെ കടന്നു പോയി. അവരുടെ കുട്ടികൾ വലുതായി. അവരുടെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് പോലും അമ്മയെ ക്ഷണിക്കുകയെ ഒന്നും ചെയ്യുകയെ ഒന്ന് നമസ്കരിക്കുകയോ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ ഈ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട്, ഈ അച്ഛനും അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് അവരെ ഇതുപോലെ സ്നേഹിക്കുകയുള്ളൂ എന്നാൽ സ്വാർത്ഥതയ്ക്ക് ചെല്ലുമൊന്നും ചെയ്തില്ല. പക്ഷേ ഈ അച്ഛനും അമ്മയുടെ ഇവിടേക്ക് വരില്ല. ഇവരെ ഉപേക്ഷിച്ച് അവർ പോയി, അവർ വേറെ താമസമായി. പിന്നെ ഈ അച്ഛനും അമ്മയായിട്ട് മിണ്ടുകയില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരണേ ഇല്ല. കാരണം എന്താ? ഒരു കാരണവുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവർ വരില്ല. കാരണം എന്താ? അനുഭവയോഗം ഇല്ല അതിന്. ആ അനുഭവയോഗത്തെയാണ് ഇവിടെ കളഞ്ഞത് ഇവർ. ഇത്രയും സ്നേഹിച്ച ആ അമ്മയെ മാറ്റി നിർത്തിയപ്പോൾ സ്വന്തം പുത്രന്മാരിൽ നിന്നുള്ള ആ അനുഭവയോഗം ഇവർ ആ കൈതട്ടി മാറ്റുക ചെയ്തത്. അപ്പം അത് ഇപ്പോഴും അത് തിരിച്ചറിയാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് ജീവിക്കുന്നു. സ്വന്തം മകൻ ആ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ ആ മകൻ്റെ കുഞ്ഞ് അവർ വിട്ടുപോയി. അപ്പം അവർക്കത് ആ ദുഃഖത്തോട് കൂടിയിട്ട് ഇരിക്കണു. എന്നാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴെങ്കിലും തെറ്റ് തിരുത്താൻ നോക്കണ്ടേ? അതും നോക്കണില്ല. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഭഗവത് കഥകൾ കേൾക്കുക. ഭഗവാന്റെ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണ്. ഓരോരുത്തരെയും അമ്മയായിട്ട് കാണുക. അമ്മയ്ക്ക് മകനോടൊരു ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് ഉണ്ടായിക്കോട്ടെ. നമ്മളോടിപ്പോൾ ഇത്തിരി ദേഷ്യം കാണിച്ചു പിടിച്ചാൽ ആ കാണിക്കുന്ന ദേഷ്യത്തിനെ നമ്മൾ അംഗീകരിക്കാണ്ടിരുന്നാൽ അവരുടെ ദേഷ്യമൊക്കെ തന്നെ പോകും. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. ശരിക്കും അതെ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് പറയണത്. അങ്ങനെ നമ്മളോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല. കാരണം അവർക്കൊരു ഭയമാണ്. നമ്മളെ ഒറ്റപ്പെടുമോ, നമ്മളെ ഇട്ടിട്ട് പോവുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ ആ ഭയത്തിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാലാണ് അവർക്ക് അവരുടെ ആ ദേഷ്യവും ഭയവും വർദ്ധിച്ചു വരില്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ ഭയത്തെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും വേണം. അപ്പോൾ അവർക്ക് തിരിച്ചറിയും നമ്മളെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും അതൊക്കെ ഭഗവാന്റെ ഇത് എല്ലാം നമ്മളിവിടെ ഓരോന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ അങ്ങനെയൊന്നും പറയണതല്ല. അനുഭവിച്ച അനുഭവങ്ങൾ പറയണു. അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് അവർക്കും അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവണേ ഈശ്വര എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് പാരായണം ചെയ്ത് നിർത്തിയത് ആ ഗോപികമാർ കണ്ണനെ തിരഞ്ഞ് നടക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം മുമ്പ് ഞാൻ വീണ്ടും അടുത്ത ഭാഗങ്ങൾ പാരായണം ചെയ്തൊക്കെ റെക്കോർഡൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അത് 1.5 മണിക്കൂറുണ്ടായിരുന്നു പറഞ്ഞതൊക്കെ. അതൊക്കെ ഡിലീറ്റായി, എങ്ങനെയോ ഡിലീറ്റായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഒന്നും കൂടി പറയാൻ. അതാണ് ഭഗവാൻ തോന്നിയിട്ട് ഒന്നും കൂടി പറയട്ടെ എന്ന്. ഭഗവാന് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഭാവം ഒന്നും കൂടി ഉണർത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കാരുണ്യം തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് വായിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കുറേ വായിച്ച് അങ്ങോട്ട് എത്തിയ കാരണം കൊണ്ടേ എവിടെ വരെ വായിച്ചു എന്നുള്ളത് എനിക്ക് അത്രയും കൂടെ ഓർമ്മ കിട്ടണില്ല. എന്നാലും ഒരുവിധം വായിച്ച കാരണം വായിച്ചത് തന്നെ വീണ്ടും വായിക്കുകയാണ്. അപ്പം ഏത് ഭാഗം തൊട്ടാ തുടങ്ങണ്ടേന്നൊരു ഓർമ്മ കിട്ടണില്ല. എന്നാലും ഒരുവിധം തെറ്റാണ്ട് ഈ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ഭഗവാൻ കാരുണ്യം കൊണ്ട് തെറ്റാതെ കണ്ട് വായിക്കട്ടെ. നിങ്ങൾക്ക് വിട്ടുപോകാണ്ടിരുന്നാൽ മതി. അധികം വായിച്ചാലും വിരോധമില്ല. വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ. എന്തായാലും ഗുരുവായൂരപ്പൻ ആണല്ലോ പറയിപ്പിക്കണേ. അപ്പം ഗുരുവായൂരപ്പൻ വിട്ട് കളയൊന്നുമില്ല. അത്
കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ ഒന്നും കൂടിയും അത് സന്തോഷിപ്പിക്കുന്നു ഭഗവാൻ അറിയാം. പക്ഷെ ഒരു പക്ഷേ കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ പറയുന്ന ആളുടെ മനസ്സ് കുറച്ചും കൂടിയും ശുദ്ധാവാണ്ട് അതിന് വേണ്ടിയിട്ടാവും. എന്തായാലും ഭഗവാന്റെ കാരുണ്യം, എന്തായാലും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്. ഡിലീറ്റായി പോയതേ ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ ഈ അടുത്ത ഭാഗം, അതായത് ഗോപികമാരല്ലേ ഈ വണ്ണം കൃഷ്ണനെ തന്നെ തിരഞ്ഞൊട്ടേറെ മാർഗവേ കണ്ടാൽ നാഥന്റെ തൃപ്പാദം ചിഹ്നം ഓരോരു ഗോപിയും. അപ്പോൾ ഭഗവാന്റെ ആ പാദചിഹ്നങ്ങൾ ഓരോരുത്തരും കണ്ടു എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചതെന്ന് തോന്നുന്നു. അപ്പം അടുത്ത ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. നമ്മുടെ ഉള്ളിലൊക്കെ ആ പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കാൻ സാധിക്കട്ടെ. അതുവിധമവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തളവിലൊരുവളും തൻ കൂടെയുണ്ടെന്നു ഗൂഢം അറിയുകയാലൊട്ടീർച്ചയും മോദവും ചേർന്നധിക വിവശമാരായോതിനാരിപ്രകാരം. അങ്ങനെ അന്വേഷണം ചെയ്തിങ്ങനെ നടക്കുക. ഭഗവാന്റെ പാദങ്ങൾ കണ്ടട്ടെ, അതിങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ ഉണ്ട് ഭഗവാന്റെ പാദങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടാ, വേറെ 2 പാദങ്ങളും കൂടി ഉണ്ട്. അപ്പം ഭഗവാൻ തന്നെയല്ല, ഒറ്റയ്ക്കല്ല പോയിക്കണേ, കൂടെ ആരെയോ ചേർത്ത് പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടബോധം കൊണ്ട് വരുന്ന ഒരു ഈർഷ്യ അതുണ്ട്. നഷ്ടബോധം കൊണ്ട് വരുന്ന ഒരു ഈർഷ്യ. പിന്നെ ആരെയാ ഭഗവാൻ കൂടെ കൂട്ടുക എന്ന് ഈ ഗോപികമാർക്കൊക്കെ അറിയാം. ആരെയാ ഭഗവാൻ കൂടെ കൂട്ടുക? ആ രാധാറാണി അല്ലാണ്ട് പിന്നെ ആരെയാ കൂടെ കൂട്ടുക? ആ പരമപ്രേമ അല്ലാണ്ട് ഭഗവാന് വേറെ എന്താ കൂടെ ഉള്ളത്? അപ്പം അതുകൊണ്ട് രാധാറാണിയാണ് കൂടെ കൂട്ടിയേക്കണേന്ന് ഈ ഗോപികമാർക്ക് തോന്നിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ രാധയെ കാണാനുമില്ല. അപ്പം മോദവും, അപ്പം അവർക്ക് സന്തോഷമായി, രാധയും കൂടെ കൂട്ടിയിട്ടില്ല, കാരണം തന്നെയല്ലല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ പക്ഷേ അവർക്ക് അപ്പോൾ ആ രാധാകൃഷ്ണന്മാരെ കാണാണ്ടുള്ളൊരു ആ ദുഃഖം കൊണ്ട് അവരിതാ പറയണു പരസ്പരം. പയോരുഹാക്ഷൻ ചുമലിൽ തൃക്കൈ വച്ചു നടക്കവേ പതിഞ്ഞു കാൺമൊരിപ്പാദം ആരുടേതെന്നു ചൊല്ലുവിൻ. ആരായിലെന്തീശ്വരനെ ആരാധിച്ചവളാണവൾ, അതല്ലി നമ്മെ കൈവിട്ടു കൈക്കൊണ്ടാനവളെ സ്വയം. ആർദ്ദൻ തൃപ്പാദ പാംസുക്കൾ മൂർധാവിൽ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും പാപശാന്തിയോർത്തു വഹിക്കയാം. ആ നമ്മൾ തൻ കാന്തനെ ഈ വിധം ഒറ്റയ്ക്കണഞ്ഞവൾ വശീകരിപ്പതോർത്തിയിടിൽ പൊറുത്തിയിടുന്നതെങ്ങിനെ. പറയണു ആ ഭഗവാന്റെ നോക്കൂ, ആ ഭഗവാന്റെ തോളത്ത് കയ്യും പിടിച്ചിട്ടതാ ആരോ ഒരാൾ ഭഗവാന്റെ കൂടെ ഉണ്ട് കേട്ടോ. നോക്കൂ, അവളുടെ കാൽപാദമല്ലേ കാണുന്നത്. അത് ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം എല്ലാവരും ഉള്ളിലും അറിയാം രാധാദേവി തന്നെയാണെന്ന്. പക്ഷെ അവർ പറയണു ആരായാലും എന്താണ്, അവള് ആരാധിച്ചവളാണ്. ഏറ്റവും കൂടുതൽ ഭഗവാനെ ആരാധിക്കുന്നവൾ അവളാണ്. ഏറ്റവും കൂടുതൽ ഈശ്വരനോട് പ്രേമമുള്ളത് അവൾക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവളെ കൈക്കൊണ്ടത് എന്ന് പറയണു. അപ്പോൾ അതുപോലെ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും എല്ലാവരും ആരുടെ ആ തൃപാദപത്മങ്ങൾ ആ പാംസുക്കളെയാണോ തൻ്റെ ശിരസിൽ അണിയാനായിട്ട് കൊതിക്കുന്നത്, ആ ഭഗവാൻ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയില്ലേ. എത്ര അത്ഭുതമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർക്ക് ചെറിയൊരു വിഷമം. അങ്ങനെ അവൾക്ക് അങ്ങനെ കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ വെടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ ഒരു ഭാവത്തിലേക്ക് എത്താനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു നിരാശ. ഇനി ആ ഒരു തലത്തിലേക്ക് എങ്ങനെയാണ് എത്തുക, ആ ഒരു പ്രേമം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു നിരാശയോടുകൂടി ഭഗവാനെ ലഭിക്കാൻ ഇനി എന്തു വേണം എന്നുള്ളൊരു നിരാശയാണ്. അപ്പം നമ്മളിതാ ഇതുപോലെ ഭഗവാന്റെ കഥകൾ കേട്ട് നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, കുറേ നാമം ജപിച്ചൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. നാമം ജപിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം ഉണ്ടാവുന്നു. അങ്ങനെ ഇരിക്കണതിൻ്റെ സമയത്ത് ഭഗവാൻ ഇതുപോലെ ചിലപ്പോൾ
ആ ഭക്തി, എൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടെന്ന് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ ഭഗവാൻ ആ ഭഗവാന്റെ ആ രൂപം ഉള്ളിൽ തെളിയണത് എനിക്ക് സാധിക്കേണ്ടതെന്ന് തോന്നുമ്പോഴോ, എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഭഗവാൻ ഉള്ളിൽ നിന്നൊരു മറയും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ആ പ്രേമഭാവത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാണാണ്ടായാൽ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഭഗവാൻ. ഉള്ളിലിങ്ങനെ തെളിഞ്ഞ് കാണാണ്ടായി അന്വേഷിക്കുന്നുണ്ടോ, അതോ അതിനെ ഉപേക്ഷിച്ച് പോവോ? ഭഗവാന്റെ ഒരു പരീക്ഷ അങ്ങനെയൊക്കെ ഭഗവാൻ പരീക്ഷിക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും തന്നിട്ടല്ല കേട്ടോ പരീക്ഷിക്കുക. ഭഗവാന്റെ നാമം ജപിക്കാൻ പിന്നെയും കൊതി തോന്നുന്നുണ്ടോ? എത്ര ജപിച്ചാലും ഇതൊന്നും ശരിയാവില്ല, എവിടെ ഇട്ടിട്ട് പോവാന്നാണോ തോന്നണേ? ഏത് നിലയ്ക്ക് എന്നെ ഉപേക്ഷിച്ച് പോകും? അഥവാ നമ്മൾ ഉപേക്ഷിച്ച് പോയാലും ഭഗവാൻ ഏതെങ്കിലും പ്രകാരത്തിലും നമ്മളെ ചേർത്ത് വയ്ക്കൂട്ടോ. ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ച് പോവുകയില്ല. ഭഗവാനെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ മറഞ്ഞു പോയാൽ എന്താ കാര്യം ഇത്രയൊക്കെ ചെയ്തിട്ട്, എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല, അതൊക്കെ സാധിക്കണവർ ചെയ്യട്ടെ എന്ന് ഉപേക്ഷിച്ച് പോകും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൗഭാഗ്യം വരികയാണ്, എന്തെങ്കിലും ഒരു സന്തോഷം വരികയാണ്, അതിൽ ഭഗവാനെ മറന്ന് നമ്മുടെ ആ സമ്പത്തിലും സൗഭാഗ്യത്തിലൊക്കെ മനസ്സ് അതിനോട് അടുത്ത് ഭഗവാനെ വിട്ടിട്ട് പോകും. അല്ലെങ്കിൽ ഒരു ദുഃഖം വരികയാണ്, ഞാൻ എത്ര ഭഗവാനെ ഉപാസിച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനൊരു ദുഃഖം വരുത്തിയിട്ടില്ല, ഇനി ഈശ്വരനെ വേണ്ട എന്നുള്ള ഭാവത്തിൽ നമ്മൾ വിട്ടുപോകും. ഏത് വിധത്തിൽ, അപ്പം പല വിധത്തിൽ മുങ്ങലും താഴലുമാണ് അല്ലേ? ഭവസാഗരത്തിൽ മുങ്ങി നീന്തുമ്പോൾ ഞങ്ങൾ നിന്നെ മറന്നാലും ഞങ്ങളെ നിത്യം കാത്തു രക്ഷിക്കും ഭഗവാനേ കൃഷ്ണ കൈതൊഴാം. ആ ഭഗവാൻ നമ്മളെ മറക്കുകയില്ല, സദാ 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 നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ് ആ ഭഗവാൻ. അപ്പം ആ ഭഗവാൻ നമ്മളെ ഒരിക്കലും വിട്ടിട്ട്, നമുക്ക് തോന്നുകയാണ് വിട്ടുപോയി എന്നുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ആ അജ്ഞാനത്തിൻ്റെ ഇരുട്ടങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അജ്ഞാനത്തിൻ്റെ ഇരുട്ടങ്ങോട്ട് നിറയുമ്പോൾ ആ ഇരുട്ടത്ത് കറണ്ട് പോയല്ലേ, നമ്മൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ആളില്ല, അയാൾ എണീറ്റ് പോയി എന്ന് പറയാൻ വയ്ക്കും. അയാൾ അവിടെ ഉണ്ട്, അയാൾ മിണ്ടാണ്ടിരിക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ല നിങ്ങൾ പോയോ, അവിടെ ഉണ്ടോ, എങ്ങനെയാണ് എന്ന് ചോദിച്ച് നമ്മൾ പേരൊക്കെ വിളിച്ചു എന്ന് തോന്നും. കൃഷ്ണൻ തന്നെ പേരിടാം, അപ്പോൾ കൃഷ്ണനാണ്. കൃഷ്ണ അവിടെ ഉണ്ടോ കണ്ണ എന്നൊക്കെ നമ്മൾ ചോദിക്കും. മിണ്ടാണ്ട് പതുങ്ങിയിരിക്കണം. നമ്മളെന്താ വിചാരിക്കുക, ആളെ എണീറ്റ് പോയിന്ന്. പിന്നെ ആ വെളിച്ചം വരുമ്പോഴാണ് ആളെ എവിടെയും പോയിട്ടില്ല, പുഞ്ചിരിയോടുകൂടി അവിടെ ഇരിക്കേണ്ടത്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി മിണ്ടാണ്ടിരുന്നതാണെന്ന്. അപ്പം അതുകൊണ്ട് അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ആ എന്തെങ്കിലും ഒരു അജ്ഞാനത്തിന് ഇരുട്ട് പെട്ടെന്ന് ആ കറണ്ട് പോണ പോലെ ആ ഭഗവാനും നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു വയറിംഗ് ആണല്ലോ. ആ വയറിങ്ങിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി. അഹങ്കാരത്തിൻ്റെ സ്പാർക്കോ അഭിമാനത്തിൻ്റെ സ്പാർക്കോ മമത്വത്തിൻ്റെ സ്പാർക്കോ ഞാൻ എൻ്റേതുള്ള ഭാവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്പാർക്കോ ധനത്തിൻ്റെ അത് വിദ്യയുടെ ഏതെങ്കിലും നിലയ്ക്ക് നമ്മളുടെ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്പാർക്ക് ഉണ്ടായാൽ അവിടെ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് വന്നു. അപ്പോൾ അതാ മുന്നിലിരിക്കണം, ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ ആരുടെ കുഴപ്പം? അത് ശരിയാക്കി കഴിഞ്ഞാൽ ഭഗവാൻ എവിടെയും പോകണില്ല, ഭഗവാൻ അവിടെ തന്നെയുണ്ട്. അപ്പം അത് നമുക്ക് ഭഗവാൻ നമുക്ക് അറിയുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയം ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിലോ എന്നൊരു സംശയമാണ്. കൺമീലിങ്ങും എങ്ങെങ്ങും അപ്പാദം നടന്നിടത്ത പെണ്ണിനെ ഗോവർദ്ധനോധാരി അലിഞ്ഞെടുത്തൻ കാമലമ്പടൻ. കുറച്ചിങ്ങനെ നടന്ന് നോക്കിയപ്പോഴേ കണ്ണൻ്റെ പാദം മാത്രമേ ഉള്ളൂ, ആ പെണ്ണിൻ്റെ പാദം കാണാനില്ല. ഇവിടെ തൊട്ടിട്ട് അവളുടെ കാലടികൾ കാണാനില്ലോ, നോക്കൂ കാണുന്നില്ല. ഇപ്പോൾ രണ്ടാളുടെ പാദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ പറയാണ്, കനമേറ്റി നടന്നിടും കാർവർണ്ണൻ്റെ പദാംബുജം അതാണധികമീ മണ്ണിൽ പതിഞ്ഞതിനു കാരണം. നോക്കൂ ഈ കണ്ണൻ്റെ പാദങ്ങൾ ഇതാ ഇതിൽ അമർത്തിയിട്ട് നല്ലോണം ആ പാദം പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇത്ര പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാലോ കണ്ണുള്ളൊരു വസ്തു എടുത്ത് നടക്കുമ്പോഴാണ് ആ പാദം കൂടുതൽ അമർത്തി ചവിട്ടുക, അതുകൊണ്ടല്ലേ പതിഞ്ഞുണ്ടാവുക. അപ്പോൾ അവൾക്ക് പറഞ്ഞ അവളേതാ ആ ഇഷ്ടം കൊണ്ട് എടുത്ത് വച്ചിട്ട് തോളത്തൊക്കെ വെച്ച് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവളുടെ പാദം കാണാത്തതും കണ്ണൻ്റെ പാദം അധികമായിട്ട് അതവിടെ
പതിഞ്ഞതിനും കാരണം എന്ന് പറയുന്നു. അവൾക്ക് പൂവിരുത്തേക്ക് നാഥനെന്നതു വാസ്തവം കാൺമു പാദാഗ്രങ്ങൾ മാത്രം കുഴിഞ്ഞിവിടെ നോക്കുവിൻ. അപ്പോഴേക്കൊരു ഗോപി പറയും, അതാ ഓടി വരും നോക്കൂ, ഇവിടെ കണ്ട ആ പാദത്തിൻ്റെ അഗ്രങ്ങൾ, ആ വിരലുകൾ മാത്രമേ ഇവിടെ പതിഞ്ഞിട്ടുള്ളൂ, അത് നല്ലോണം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവളെ തോളത്ത് വെച്ച് എടുത്ത് പൊക്കിയിട്ട് ആ പൂക്കൾ പറിക്കാൻ അവളെ സഹായിച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള പൂക്കൾ ഇതാ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ പൂക്കൾ പൊട്ടിക്കാൻ എന്താ കുറേയൊക്കെ അവിടെ വീണും കിടക്കണുണ്ട്. ഇവിടെ ഇരുന്ന് പൂവിറുത്തിട്ടുണ്ട് കേട്ടോ അവര് എന്ന് പറയണു. അതല്ലിലഞ്ഞിപ്പൂമാല കെട്ടിച്ചൂടിച്ചു കേശവൻ ഇങ്ങാ മോഹിനിതൻ പിന്നിൽ ഇരുന്നിട്ടുണ്ടു തീർച്ചയായും. പറഞ്ഞു അത് മാത്രമൊന്നുമല്ല കേട്ടോ, അതാ ഇവിടെ വരൂ നോക്കൂ, ഇവിടെയുള്ള ചെടികളൊക്കെ കണ്ടോ അങ്ങനെ ചതഞ്ഞരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഭഗവാൻ ഇതാ ഇവിടെ അവൾ ഇരുന്നിട്ടുണ്ട്, അവളുടെ പിന്നിൽ ഭഗവാൻ ഇരുന്നിട്ടുണ്ട്. ആ ഇലഞ്ഞിപ്പൂക്കൾ ഇതാ കൊഴിഞ്ഞു കിടക്കണുണ്ടോ. ഭഗവാൻ ഒരു പുത്തലഞ്ഞിയുടെ പൂക്കൾ ഭഗവാൻ ഇലഞ്ഞി വലിയ ഇഷ്ടമാണ്. പുത്തിയിലഞ്ഞിപ്പൂ പാറിക്കും കൃഷ്ണൻ പുത്തനായി മാലകൾ കോർക്കും അമ്മയ്ക്കു കൊണ്ടു കൊടുക്കും കൃഷ്ണൻ അമ്മയെടുത്തുമ്മ വയ്ക്കും. ഇതൊക്കെ ഈ ഗോപികമാരെന്നും കാണുന്നതാണ്. ഈ കണ്ണൻ പുത്തലഞ്ഞിയുടെ ചുവട്ടിലൊക്കെ പോയിട്ട് ആ പൂവൊക്കെ പറക്കി നല്ല ഭംഗിയിൽ മാല കെട്ടിയിട്ട് അമ്മയുടെ തലയിൽ കൊണ്ടുവന്ന് ചൂടിക്കൊടുക്കും. അപ്പം അമ്മ ആ സന്തോഷത്തോടു കൂടി എടുത്ത് ഉമ്മ വയ്ക്കുന്നതൊക്കെ. അതുപോലെ ആ ഗോപിക്കും ആ ഇലഞ്ഞിപ്പൂക്കളെ കൊണ്ട് മാല ചാർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറയുന്നു. ശുഗബ്രഹ്മർഷിയുൾ കണ്ണാലതെല്ലാം കണ്ടു ചൊല്ലിനാൻ ഒന്നിനും താൻ മയങ്ങാത്തോരാത്മാരാമനും ഈ വിധം രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ പെഞ്ചാബല്യം കാമദൈന്യം ഇവ മഞ്ഞിനു കാട്ടുവാൻ. അപ്പോൾ ആ ശ്രീശുഖ ബ്രഹ്മർഷി തൻ്റെ ആ ഉൾക്കണ്ണുകൊണ്ട് ഭഗവാന്റെ ഈ ലീലകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഭഗവാൻ ആ ആടിയ ലീലകൾ ഇപ്പോൾ എവിടെയാണ് ആടണത്? ആ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഹൃദയത്തിലിരുന്ന് ആടുകയാണ് വീണ്ടും വീണ്ടും. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ ലീലകൾ ആടണം. ഞാൻ ആടാം. എവിടെ ആടണ്ടേ? അതിന് സ്ഥലമൊന്നുമില്ല. ഇവിടെ ആടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ അവിടെ കുറേ മേശയുണ്ട്. ഇവിടെ നൃത്തം ചെയ്യാനായിട്ട് കണ്ണ അവിടെ ഒന്ന് നൃത്തം ചെയ്യൂ. ശരി, ഞാൻ വരാം നൃത്തം ചെയ്യാൻ. കണ്ണന് നിൽക്കാനിടല്ല. അവിടെ കുറേ മേശ കിടക്കണു, കസാര കിടക്കണു, അപ്പുറത്തൊരു സ്റ്റൂള് കിടക്കണു, അതിൻ്റെ അപ്പുറത്ത് വിലങ്ങനെ ഒരു ബെഞ്ച് കിടക്കണു. ഇതിൻ്റെ അവിടെ നിന്നിട്ട് ആടണു. ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ആടാമെന്ന് ചോദിച്ചാൽ നൃത്തം ചെയ്യാൻ പറ്റുമോ? അപ്പം എന്താ വേണ്ടത്? നൃത്തം ചെയ്യണമെങ്കിൽ ആദ്യം സ്ഥലം ഉണ്ടാവണം അല്ലേ? അപ്പം അവിടെ ആ രംഗം ഒരുക്കി കൊടുക്കണം. നൃത്തത്തിന് ആ നൃത്തരംഗം ഒരുക്കി കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പം നൃത്തത്തിനൊക്കെ ആൾക്കാരൊക്കെ ഇപ്പം അമ്പലങ്ങളിലൊക്കെ നൃത്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി. അത് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ സ്റ്റേജും ഇല്ല, ഒന്നുമില്ല നൃത്തം ചെയ്യാനായിട്ട്. പിന്നെ ഈ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് എവിടെ നിന്ന് നൃത്തം ചെയ്യണു? നിൽക്കാനിടയില്ലാത്തടത്ത് നിന്ന് അവർ നൃത്തം ചെയ്യാൻ പറ്റും? അതില്ല. അതുപോലെ ഭഗവാനോട് നമ്മൾ പറയാം, നീ ആടിയ ലീലകളാടും. ഭഗവാൻ അത് ചോദിക്കാൻ കാത്തു നിൽക്കുക, ഓടി വരും നമ്മുടെ അടുത്തേക്ക്. പക്ഷെ എന്താ ചെയ്യണേ? ഭഗവാൻ ആകെ വിഷണ്ണനായിട്ട് നിൽക്കുക. കുറേയൊക്കെ ഭഗവാൻ തന്നെ നീക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ളതേ. അത്രയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഓരോന്നും വാരി വലിച്ചിട്ടിട്ടിട്ടിട്ട് അത്രയും സ്ഥലം ഇല്ലാണ്ടായിട്ടിരിക്കുകയാണ്. ഒരിത്തിരി സ്ഥലം പോലും ഇല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ നിർത്താടുക? ഭഗവാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഒരു സത്സംഗത്തിലിരുത്തി, എവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ച് കഥകൾ കേൾപ്പിച്ചു, കുറച്ച് നാമം ജപിപ്പിച്ചൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഭഗവാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ ആ ബെഞ്ചിൻ്റെ ഒരു തല പിടിച്ചിട്ട് മറ്റേ തല പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കണ്ടേ? എന്നാലല്ലേ അതങ്ങനെ എടുത്ത് മാറ്റിയിടാൻ പറ്റുള്ളൂ. നമ്മൾ പിടിക്കേണ്ടതായിട്ടൊന്ന് അഭിനയിച്ചാലും മതി. കാരണം ആ പാലാഴി മഥനത്തിന് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് ആ പർവ്വതം എടുത്തിങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ പർവ്വതം പൊന്തിക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അത് പാലാഴി കടയാൻ നോക്കിയപ്പോൾ അതിന് സാധിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ തൊട്ടിട്ടേ ഉള്ളൂ. ബാക്കി കടഞ്ഞതാരാ? ഭഗവാൻ. പർവ്വതം കൊണ്ടുവച്ചതാരാ? ഭഗവാൻ. വാസുകിയെ കൊണ്ടുവച്ചതാരാ? ഭഗവാൻ. അവിടെ പാലാഴി കടഞ്ഞതാരാ? ഭഗവാൻ. അവരൊന്ന് തൊട്ടു നിന്നുള്ളൂ. ദേവന്മാർ കണ്ണാ ഭഗവാനെ 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 എന്ന് ഭഗവാനെ മറക്കാണ്ട് വിളിച്ച് ആശ്രയിക്കുക. നമ്മൾ അതുമില്ലല്ലോ.
എന്തെങ്കിലും ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ ഇങ്ങനെ ഭഗവാനെ വിളിക്കണമില്ല, ആശ്രയിക്കണമില്ല. പിന്നെ ഇങ്ങനെ അത് ഒന്നായിട്ട് നിൽക്കുക. ആ മനോമാലിന്യങ്ങൾ ഇവിടെ എന്താ ഉൾപ്പൂവിൽ അത്രയും ആ നൃത്തത്തിന് വേണ്ട അതിമനോഹരമായിട്ടുള്ള ആ രംഗവേദി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നൃത്തം ചെയ്യാൻ ഒരുപാട് അത്യന്ത സുന്ദരമായിട്ട് പുഷ്പതലം തന്നെയുണ്ട്. ആ പുഷ്പങ്ങളുടെ ആ പട്ടുമെത്തയിൽ നിന്നിട്ട് പ്രേമ പുഷ്പങ്ങളെ കൊണ്ട് നിറച്ച ഹൃദയപത്മത്തിൽ നിന്നിട്ടാണ്, ഹൃദയത്തിൻ്റെ ആ കേളീരംഗത്തിൽ നിന്നിട്ടാണ്, ആ ഹൃദയമാകുന്ന വൃന്ദാവനത്തിൽ നിന്നിട്ടാണ് ഭഗവാൻ ഈ ലീലകൾ മുഴുവൻ വീണ്ടും വീണ്ടും ആടുന്നത് ശ്രീ സുഖബ്രഹ്മർഷിക്ക്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഉണ്ടായിന്ന് ഓരോ രംഗങ്ങളും കണ്ടുകൊണ്ടാണ് പറയണത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത്? ഒന്നിലും താൻ മയങ്ങാത്തോരാത്മാരാമനും ഈ വിധം രമിച്ചാനവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ. ആ ഭക്തവാത്സല്യം കൊണ്ടതാ അങ്ങനെ അഭിനയിക്കുകയാണ് ചെയ്യണത്. ഓരോന്നും അഭിനയിക്കുകയാണ്, ഓരോ രംഗങ്ങളും അത്യത്ഭുതമായിട്ട് അഭിനയിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിൻ്റെ ചാബല്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മനസ്സ് ചപലപ്പെടുന്നു. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പെൺമനസ്സിന് ചാബല്യം, ആ പെൺമനസ്സിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ആ സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്ത്രൈണഭാവമാണ് പറയണത്. ഭഗവാൻ മാത്രമേ ഒരു പുരുഷനുള്ളൂ. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും പറയണ്ടല്ലേ, സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം? ചുരുങ്ങിയത് ഒരു 5 വയസ്സിൻ്റെങ്കിലും വ്യത്യാസം വേണം. പുരുഷനായ ഒരു മെച്യൂരിറ്റി വരണം എന്നൊക്കെ ഇങ്ങനെ പറയും അല്ലേ. കാരണം എന്തിനാന്ന് വെച്ചാൽ എത്ര തന്നെ ആയാലും ഒരു ചെറിയ ചാബല്യമൊന്നും ഇല്ലാണ്ടിരിക്കില്ല. അങ്ങനെയാണ് ആ സൃഷ്ടി, ആ സ്ത്രീകളുടെ സൃഷ്ടി അങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? അച്ഛനായിട്ട്, സഹോദരനായിട്ട്, ഭർത്താവായിട്ട്, കാമുകനായിട്ട് പല ഭാവത്തിൽ നിന്ന് അവളെ സംരക്ഷിക്കേണ്ട ചുമതല. അതുകൊണ്ടാണ് പതി, ഭർത്താവ് എന്നൊക്കെയുള്ള പേര് തന്നെ അതുകൊണ്ടാണ്. ആർക്കുണ്ട്? ആ ഭർത്താവിനുണ്ട്. അപ്പോഴാണ് ഭർത്താവ് ഈശ്വരനാവുള്ളൂ. ആ ഭർത്താവിനിപ്പോൾ ആ ഭാവത്തിലല്ലെങ്കിലും ഒരു പതിവ്രതയായ ഭാര്യ എന്ത് വിചാരിക്കണം? ഏതു വിധത്തിലുള്ള ഭർത്താവ് ആയിക്കോട്ടെ, അവളുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരനെ എനിക്ക് ദർശിക്കാൻ സാധിക്കണം. അപ്പോൾ ആ ഈശ്വര ദർശനം എനിക്ക് അനുഭവമാവണം എന്നുള്ള നിലയ്ക്ക്. അപ്പം അങ്ങനെ അതിന് സാധിക്കണമെങ്കിൽ ആ മനോമാലിന്യങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പം ഈ തീവ്രമായ ആ പ്രാർത്ഥന കൊണ്ട്, തീവ്രമായ ഭക്തി കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ അജ്ഞാനത്തെ നീക്കി, അവരുടെ ഉള്ളിലുള്ള ആ മാലിന്യത്തെ നീക്കാൻ. അപ്പോൾ അജ്ഞാനത്തെ നീങ്ങുമ്പോൾ അവരിതാ സ്വയം തന്നെ അവർക്ക് ബോധ്യമാവും ഈശ്വരനിലെ. അപ്പോൾ അവർ തന്നെ ആ ഭഗവാനിലേക്ക് തിരിഞ്ഞു വരും. അതിന് കാരണമായിട്ട് അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഈ ബന്ധങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ ദിക്കിലെ ആഗ്രഹങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാബല്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ കാമമാണ് നമുക്ക് ചാബല്യമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള ലീലകളാടുന്നത് എന്ന് പറയുന്നു. മറ്റോരെ വിട്ടത്യധികം ലാളിച്ചാൻ അവളെ പ്രഭു ആ മഹാഭാഗയും ജറ്റു ഞെളിഞ്ഞീ വിധമോദിനാൽ നടപ്പാൻ കാട്ടിലൊട്ടേതും എനിക്കാവില്ല കേശവ തളർന്നോരെന്നെ നീ മെല്ലെ എടുത്തോളൂ മഹാഭുജ. അപ്പോൾ പറയണു കാരണം രാധാകൃഷ്ണന്മാർ ആ ലീലകളാടുകയാണ് രണ്ടുപേരും. അപ്പോൾ കൃഷ്ണൻ ആടണ അതേ ഭാവത്തിൽ തന്നെ രാധയും ആടണം. അപ്പോൾ രാധ സാധാരണക്കാർക്ക് വരണ ഒരു ഭാവം എന്താ? നമ്മളോട് ഇഷ്ടമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മളോടൊരാൾ ഇഷ്ടമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ വലിയൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ അവർ നമ്മളോട് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചു. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പം മന്ത്രിമാരെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ വല്ല ജഡ്ജിയായിട്ടിരിക്കണം എന്തോ ആവട്ടെ, ഏതെങ്കിലും വിധത്തിലൊരു അടുപ്പം നമ്മളോട് കാണിച്ചു. കാണുമ്പോഴൊക്കെ ഒന്ന് ചിരിച്ചു, വർത്തമാനം പറഞ്ഞു,
എവിടേക്കെങ്കിലും വന്നോളൂ ഞങ്ങൾ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിലയില്ലാണ്ടായി. പിന്നെ നമ്മൾ അവരുടെ തലയിൽ ഒട്ടി കയറായിരിക്കുക, അവരുടെ പേരും പറഞ്ഞ് നമ്മൾ എവിടെ ചെന്നാലും മനസ്സിലായില്ലേ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങൾ കാര്യം സാധിക്കാൻ വേണ്ടി അവരുടെ പേര് പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കുക. അവരെ നമ്മളെക്കാളും താഴെ അവളെ ചവിട്ടി താഴ്ത്തി അവരുടെ തലയിൽ കയറിയിരിക്കുക അവരുടെ ഭാവമാണ് നമുക്ക്. അത് ആ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഓരോന്നും അനുഭവമാവണം. നമ്മുടെ കയ്യനങ്ങളതും കാലനങ്ങളതും കണ്ണനങ്ങളതും എല്ലാം നിലനിൽക്കേണ്ടതൊക്കെ ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു നിറഞ്ഞു നിൽക്കണ ഈശ്വരൻ്റെ ആ കാരുണ്യം കൊണ്ട് തന്നെയാണ്. ഓരോന്നിൻ്റെ ഉള്ളിൽ സർക്യൂട്ടായിട്ട് നിൽക്കേണ്ട ആ ഭഗവാനാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കും, ഞാൻ ചെയ്യണതാ എൻ്റെ കഴിവ് കൊണ്ടാ, എൻ്റെ സാമർഥ്യം കൊണ്ടാ, എൻ്റെ ബുദ്ധി കൊണ്ടാ എന്ന് പറഞ്ഞ് ഈശ്വരൻ്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കും. അപ്പോൾ ഈശ്വരൻ്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കുമ്പോൾ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് എന്തു പറയും വരണു, ആ അജ്ഞാനം വരണു. അജ്ഞാനം വരുമ്പോൾ നമ്മൾ ഈശ്വരനെ മറന്നു പോകണു. ഈശ്വരൻ നമ്മളെ വിട്ടുപോകല്ല. ഈശ്വരനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ അജ്ഞാനങ്ങളും മനോമാലിന്യങ്ങളും നമുക്കും ഈശ്വരൻ്റെ ഇടയിൽ വരുമ്പോൾ ഈശ്വരൻ നമുക്ക് അനുഭവയോഗ്യമല്ലാണ്ട് വരിക ചെയ്യണേ. അങ്ങനെയാണ് വരണത്. അതൊക്കെ അതിലൂടെ പറയണത്. നമ്മൾ മനോഹരമായിട്ട് പാടി തിരുവാതിര കളിക്കും എന്നൊക്കെ പാടാറുണ്ട് അത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മഹാസത്യം നമുക്ക് ആർക്കെങ്കിലും ബോധ്യം കേൾക്കുമ്പോഴും നല്ല രസമാണ്, പാടുകയൊക്കെ ചെയ്യും നമ്മൾ അല്ലേ. നീല കാർമൂകിൽ വർണ്ണാനന്നേരം രാധ എന്നൊരു നാരിയുമായി നീളേ നീളെ വനത്തിൽ കളിച്ചും ആടിയും ചില രാഗങ്ങളുമായി തേടിയും ചില പുഷ്പങ്ങളുമായി മേളമോടെ കളിച്ചു രസിച്ചു. അത് അങ്ങനെ കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പൂ വേണം കണ്ണാ, പൂ പൊട്ടിച്ച് എന്നെ തോളത്ത് എടുത്ത് പൊന്തിച്ച് തരുന്നു. അപ്പോൾ ആ കൃഷ്ണൻ ആ കൗതുകം കൊണ്ടൊന്ന് എടുത്ത് തോളത്ത് വെച്ച് പോയി. പിന്നെ പറയും, പിന്നെ നിലത്ത് ഇറത്തിയപ്പോൾ അവിടെ നിലത്ത് നിൽക്കാൻ വയ്യ, എന്നെ തോളത്ത് തന്നെ വയ്ക്കണം എന്ന് പറയണു. അപ്പോൾ പറയണു, നീളേ നീളേ കാട്ടിൽ നടപ്പാൻ എന്നാലേതു മേളുതല്ല കണ്ണ, എന്നാലെൻ്റെ തോളിൽ കരേറു എന്നും ചൊല്ലി നീലത്തോടണഞ്ഞു. തോളിൽ തപ്പിപ്പിടിച്ചപ്പോൾ കണ്ടില്ല, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ, കാട്ടിലൊന്നുണ്ടു മൂളുന്നു കണ്ണ, കാട്ടാന കരടി പുലി ചെന്നായ കാട്ടുപോത്തു കരിമ്പുലിയുണ്ടേ, കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക്, കള്ളന്മാരതു കാട്ടിലുമുണ്ടേ, കാഞ്ചീനൂപൂരം കൈവളയുണ്ടേ, എന്നെ വിട്ടു മറഞ്ഞിരിക്കല്ലേ, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കൃഷ്ണ. അതാ അങ്ങനെ പാടണ ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ അന്തരാർത്ഥം നമ്മളെ എത്രണ്ട് ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. ആസ്വദിക്കുമ്പോഴും ആ അന്തരാർത്ഥം, അതായത് ആ സംസാരക്കാട്ടിലാണ് പെട്ടുപോയേ. നമ്മൾ ഈ സംസാരത്തിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്കും കാരണഭൂതനായിട്ടിരിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ആ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. ആ ബുദ്ധിമുട്ടുകളെയാണ് കാട്ടാന കരടി പുലി ചെന്നായ കാട്ടുപോത്ത്. ആ കാട്ടിയിലൊന്നുണ്ടു മൂളുന്നു കണ്ണ, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ അപകടങ്ങൾ വന്നിട്ട് ഓരോരുത്തരും നമ്മുടെ ചുറ്റിലും നിന്ന് പലതും അറിയുന്നതും പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കേട്ടിട്ട് ഭയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ നമ്മുടെതൊക്കെ കവർന്നു പോകാൻ ഇത്ര സമയം മതി, ഒക്കെ നഷ്ടപ്പെടാൻ ഇത്ര സമയം മതി. അതുകൊണ്ട് ഭഗവാനെ ഈ സംസാരക്കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ എന്നെ സംസാരിയായിട്ടുള്ള ഭഗവാനെ അവിടെ നിന്ന് എന്നെ ഉപേക്ഷിക്കല്ലേ, സ്വീകരിക്കണേ
അറിയാണ്ട് അജ്ഞാനം കൊണ്ടാണ് അവിടത്തെ മറന്ന് ജീവിച്ചത് എന്ന് ഉള്ള ആ ഒരു ഭാവമാണ് ഇവിടെ ഇതാ കാണിച്ചു തരുന്നത്. നടപ്പാൻ കാട്ടിലൊട്ടേതും എനിക്കാവില്ല കേശവ, തളർന്നൊരെന്നെ നീമല്ലേ എടുത്തോളൂ മഹാഭുജ. ആ ഗോവർദ്ധനൊക്കെ ഉയർത്തി നിനക്ക് എന്നെ എടുക്കാൻ അത്ര പാട്, എടുത്തോളം എന്നെ വേണമെങ്കിൽ ഞാൻ എടുത്തോളാം എന്നുള്ള ഭാവമാണ്. അതായത് ഭഗവാനാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ആവശ്യം, ഭഗവാൻ എന്നോട് അത്രയും എന്നെ അത്ര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുക അല്ലേ. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ ചില ദിക്കിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ മൂർത്തിയേക്കാളിലും വലിയ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും. കാരണം ഞാനാണ് ആ വിഗ്രഹത്തിലേക്ക് ഇതാ വയ്ക്കാനുള്ള ആ സ്വർണ്ണകോളക കൊടുത്തത്, ഞാനാണ് അവിടെ കിരീടം കൊടുത്തത്. ഇതാ കണ്ട ആനയെ കണ്ടു, ഈ ആനയെ നടക്കിരുത്തിയത് ഞാനാണ്. ആ കോലം കണ്ടു, അത് ഞാൻ കൊടുത്ത കോലാണ്, സ്വർണം കൊണ്ടാണ് കോലം കൊടുത്തേക്കണേ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഞെരിഞ്ഞ് നടക്കും. ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ കാണാറുന്നു ഭഗവാൻ, അപ്പോൾ വേണമെങ്കിൽ എന്നെ നോക്കിക്കോന്ന്, ഭഗവാൻ വേണമെങ്കിൽ എന്നെ നോക്കിക്കോ എന്നുള്ള നിലയ്ക്കാണ്. ഇതൊക്കെ എന്തെന്നാണ്, ഇതൊക്കെ ആ ഭഗവാൻ തന്നെ തന്നത് തന്നെയാണ് അല്ലേ. മഞ്ഞിലായിന്നു കാണുന്ന ചരാചരങ്ങളാകവേ ആരാ തന്നേ? ഭഗവാനാ തന്നെ അല്ലേ. ആ കരുണാമയനായിട്ടുള്ള കണ്ണൻ നമുക്ക് എല്ലാവർക്കും നൽകി അല്ലേ. ഇതൊക്കെ എന്നിട്ട് എന്ത് പറയണു കണ്ണൻ ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ആ തന്ന സാധനങ്ങളെ കൊണ്ട് നമ്മൾ പറയണം, കുറച്ച് കഴിയുമ്പോൾ ആരാ തന്നേന്നുള്ളത് മറന്നുപോയി. ഇതൊക്കെ നടക്കണ കാര്യമല്ലേ. ഇപ്പം വീട്ടിൽ വലിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അച്ഛനും അമ്മയും കൂടിയിട്ട് അരിഷ്ടിച്ച് കുട്ടികളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് ഒരു നിലയ്ക്കാക്കി കുറച്ച് ഭൂസ്വത്ത് അവർ അത്രയും അരിഷ്ടിച്ചിട്ടാണ്. പണ്ട് കാലത്തൊക്കെ 40 പൈസ 30 പൈസയൊക്കെ ഉണ്ടാവുള്ളൂ വണ്ടിക്കൂലി. എന്നാൽ ആ 30 പൈസ എടുക്കുമ്പോൾ 10 രൂപ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ചിലവായാലോ 30 പൈസ എടുക്കാണ്ട് അത്രയും ദൂരം 10-20 കിലോമീറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും അച്ഛനമ്മമാർ. എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ സമ്പാദിച്ച് ആ പൈസ കൊണ്ട് ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു ദിവസം ചെന്നിട്ട് അധികാരത്തിൻ്റെ പേരും പറഞ്ഞ് ആ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചു എന്നുള്ള ഒരു അധികാരത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ സ്വത്തുകളൊക്കെ സ്വന്തം പേരിലേക്ക് ആക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔദാര്യം പോലെ കൊടുക്കും. കുറച്ച് കഞ്ഞിവെള്ളമോ ചോറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്നിട്ട് ഹരേഷ്ണ എന്നിട്ട് അച്ഛനമ്മമാരോട് എന്ത് പറയും? എന്തെങ്കിലും കാര്യത്തിന് അവർ പറയും, മോനെ അത് ചെയ്യേണ്ടത് ശരിയല്ല, മോളെ അത് ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതേ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളോ. ഞങ്ങൾ നാഴി വെള്ളം തരുന്നതുകൊണ്ടാണ് നിങ്ങൾ കുടിച്ച് ജീവിക്കണമെന്ന് മറക്കണ്ട, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും കേട്ടോന്ന്. ആരുടെ സ്വത്താ അനുഭവിക്കണേ? ഇവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത് യാതൊരു പ്രയത്നവും ഇല്ലാണ്ട് ഒരു കടലാസിലൊരു ഒപ്പിട്ടിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും അവരുടെ സ്വന്തമായി. എന്നിട്ട് പറയാണ് ഞാൻ കഷ്ടപ്പെട്ട. അതുപോലെയാണ് നമ്മൾ പറയുന്നത്. ആ തിടമ്പും ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നീ ഞാൻ ചന്ദനത്തിരി കത്തിക്കണോണ്ടാണ് നിനക്ക് അല്ലെങ്കിൽ ഞാൻ വിളക്കിൽ എണ്ണ ഒഴിച്ചോണ്ടാണ് നിനക്ക് വെളിച്ചം കാണണേ. ഞാൻ പഞ്ചസാര പായസം ചീട്ടാക്കണോണ്ടാണ് നീ ഭക്ഷണം കഴിക്കണേ കേട്ടാ. മര്യാദയ്ക്ക് എനിക്കുള്ളത് തന്നോളൂ എന്ന് ഭീഷണിയാണ് ഗുരുവായൂരപ്പനോട്. അതാണ് കാലം. ഹരേ കൃഷ്ണ. ആലോചിച്ച് നോക്കൂ, ഈ സത്യങ്ങളൊക്കെ തന്നെയാണ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും നമ്മളെ ബോധിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാത്ത എന്തായി പറയണേ? അങ്ങനെ എന്നെ വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ളൊരു ഭാവം. അപ്പോൾ ഉടൻ തൻ ചുമലിൽ കയറാൻ അരുൾ ചെയ്തു മഹാപ്രഭു, പട്ടുചേലയൊതുക്കിക്കൊണ്ടതിനവളൊരുങ്ങവേ മറഞ്ഞാൻ അവിടെ തന്നെ മഴിയൊട്ടേറെ മാനിനി കരഞ്ഞാൾ കാട്ടിലീ വണ്ണം ഇരുളിൻ കൈവിടായിക നീ. ആ ഒരു ഈശ്വരൻ്റെ അഭാവത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അല്ലേ. വെറുതെ ഇങ്ങനെ നടക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു വയ്യായി വന്നു കിടപ്പിലാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ കൈ അനങ്ങണില്ല, കാലനങ്ങണില്ല, മിണ്ടാൻ പറ്റണില്ല, എവിടെ ഞാൻ എന്നുള്ള ആ വൈഭവം എവിടെ? എന്തെല്ലാം സമ്പാദിച്ചിട്ട് എന്ത് കാര്യമുണ്ട്?
ആ ഉള്ളിലുള്ള ഈശ്വരഭാവം പോയി കഴിഞ്ഞാൽ, ആ ഉള്ളിൽ നിന്ന് ഈശ്വരനെ മാറ്റി നിർത്തി കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല. സമ്പാദിച്ചു അല്ലേ, ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ഒക്കെ സമ്പാദിച്ച് നമ്മൾ വച്ചിട്ടുണ്ട്. സമ്പാദിച്ചു വെച്ചു. എങ്ങനെ സമ്പാദിച്ചു വെച്ചു? ഊണും ഉറക്കവും ഇല്ലാണ്ട്, രണ്ട് നിലയ്ക്കുണ്ട് ഇവിടെ കാണാട്ടോ. ഊണും ഉറക്കമൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് രാവുമില്ല പകലും ഇല്ലാണ്ട്. നമ്മൾ പറയാ അരച്ചാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടണമെന്ന്. പക്ഷെ ആ വയറിന്, ആ ഉള്ളിലിരിക്കുന്ന ആ യജ്ഞബുക്കായ ഭഗവാന് പോലും ഭക്ഷണം കൊടുക്കാണ്ട് നേരത്തിന് ഉറങ്ങാണ്ട് ഈ ചെയ്യണ കർമ്മങ്ങളും നേരത്തിന് ഉറങ്ങുക, നേരത്തിന് ഭക്ഷണം കഴിക്കുക, അതുപോലും ഈശ്വര പൂജയാണ്. അവിടെ പോലും ആ ഈശ്വരനെ മറന്നു നമ്മൾ. അങ്ങനെ സമ്പാദിച്ച് ഒരു ദിവസം കട്ടിലിൽ കിടക്കുമ്പോൾ, ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും ആരും അല്ലായിരുന്നു. ഇതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വന്ന് പെട്ടതാണ്, ഇതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള സത്യം നമുക്ക് ബോധ്യമാവും. എത്രയോ നേരത്തെ ആ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന കാലത്ത് ആ ഭക്ഷണത്തിനെ ഉപേക്ഷിച്ച് അവിടേക്ക് ഇവിടേക്ക് ഓടി നടന്നു. ആ കിടക്കുമ്പോൾ തോന്നുന്നുണ്ട് നല്ല ആഹാരം കഴിച്ചാൽ കൊള്ളാം, നല്ല അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹം തോന്നും. ആ ഭക്ഷണങ്ങൾ വേണമെന്ന് പറഞ്ഞത് മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വേണ്ട, കഴിക്കാൻ പറ്റണില്ല. എന്നിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും വല്ല പൊടിയേരിയൊക്കെ ഉള്ള കഞ്ഞിയോ അല്ലെങ്കിൽ വല്ല അരിപ്പൊടിയൊക്കെ കുറുക്കിയിട്ടൊരു ഇതുപോലെ വല്ല വെള്ളമോ കൂവ കുറുക്കിയ വെള്ളമോ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലാണ്ടാണോ? അല്ല, എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ വേണം എന്ന് തോന്നുന്ന സമയത്ത് അത് കഴിക്കാൻ സാധിക്കണില്ല. ഇതൊക്കെയാണ് പരമമായ സത്യങ്ങൾ. ഈ സത്യങ്ങളെയൊക്കെ തന്നെയാണ് ഭാഗവതത്തിലൂടെ നമുക്കൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് വെറുതെ ഭക്തി 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 എന്ന് പറയുന്നത് എന്താണെന്ന് ഇവരൊക്കെ വിചാരം. ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അലർജിയാണ്. തന്നെ നിനയ്ക്കായികയാണ് ഭക്തി എന്ന്. നിനയ്ക്കാണ്ടിരിക്കുക, അതാണ് ഭക്തി. അതിന് അവനവനെ നിനച്ച് അവനവൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെട്ടാൽ അതാണ് ഭക്തി. രാധേശ്യാം. അങ്ങനെ അതുകൊണ്ട് ആ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ ഭഗവാന്റെ ആ വൈഭവം നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭഗവാന് നമുക്കൊന്നും ഈ നിസ്സാരമായ ഈ നശിച്ചു പോകുന്ന നശ്വരമായ ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. നാമം ജപിക്കുക, അല്ലാണ്ട് ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നാമം ജപിക്കണം. നമസ്കരിക്കുക, അല്ലാണ്ട് ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമസ്കരിക്കണം. പൂക്കളെ കൊണ്ട് അർച്ചിക്കുക, കൈകളെ കൊണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അർച്ചിക്കണം. കാതുകളെ കൊണ്ട് ആ വൈഭവം കേൾക്കുക, അല്ലാണ്ട് ഒന്നും ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റണില്ല. അപ്പം അത് കേൾക്കുക, അത് കേട്ടനുഭവിക്കുക. കാലുകളെ കൊണ്ട് അമ്പലമൊക്കെ പ്രദക്ഷിണം വയ്ക്കുക, എന്തെല്ലാം ദിക്കിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ ഭഗവാന്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ നമുക്ക് നേരമുണ്ടോ? കുറച്ച് നേരം ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ നേരമുണ്ടോ? അച്ഛനമ്മമാർക്ക് നല്ല ധനമുള്ള വീട്ടിൽ അച്ഛനമ്മമാരെ രാജകീയമായി നോക്കണ മക്കളുണ്ട്. എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ആ അച്ഛനമ്മമാർക്ക് എന്താ വേണ്ടതെന്നുള്ളതൊക്കെ ആ മക്കൾ കൊടുക്കുന്നുണ്ട്. രാവിലെ ഇന്ന് എണീറ്റ് വന്ന അച്ഛാ സുഖതല്ലേ, ഇന്നലെ രാത്രി ഉറങ്ങി, എന്ത് ഭക്ഷണം കഴിച്ച, അച്ഛന് വല്ല വയ്യായി ഉണ്ടായോ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡോക്ടറെ വിളിച്ച് കൊണ്ടിട്ട് താൻ നോക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ഒക്കെ കൊടുത്തു. ഞാൻ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛന് വേണ്ടത്, അമ്മയ്ക്ക് വേണ്ടത് ഇതൊന്നുമല്ല. 10 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കാൻ, അതാണ് വേണ്ട. രോഗവും വേണ്ട, മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട, ഭക്ഷണങ്ങളും ഇതുപോലെ തരണ്ട. നീ എപ്പോഴെങ്കിലും ഒരിക്കൽ കഞ്ഞി ആയാലും മതി മോനെ, നീ ആ ഒരു സ്പൂൺ കൊണ്ട് ആ കഞ്ഞി കോരി എൻ്റെ വായലൊഴിച്ച് 5 മിനിറ്റ് എൻ്റെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞൂടെ? എന്തൊരവസ്ഥയല്ലേ അത്? ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തോന്നും ഈ അൽഷിമേഴ്സിനുള്ള രോഗമൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു രോഗം കൊടുത്താൽ ഒന്നും ഓർമ്മയില്ലല്ലോ. അപ്പം പിന്നെ ഗുരുവായൂരപ്പ.
അഹങ്കരിച്ചു ഞാനെന്തോ ചൊല്ലിപ്പോയൻ മഹാപ്രഭോ, തൃപ്പാദദാസി ഞാൻ ചെയ്തോരപരാധം പൊറുത്തുടൻ. പാൽപുഞ്ചിരി പൊഴിച്ചെന്നൻ മുമ്പാകെ എഴുന്നള്ളണം, നടന്നുകൊള്ളാം നിൻകൂടെ എങ്ങുമെൻ പ്രാണവല്ലഭ. ഈ വണ്ണം വിലപിച്ചിടും സൗഭാഗ്യവതി രാധയെ ഇന്ദീവരാക്ഷനെ തേടി വന്ന മറ്റുള്ള ഗോപികൾ തനിയെ കണ്ടു ചോദിച്ചാൾ, ഇതെന്താശ്ചര്യമാം സഖി, മുകുന്ദൻ തന്നെയൊട്ടേറെ ലാളിച്ചതും അതേവിധം തെറ്റാൽ കൈവിട്ടതും കേട്ടു വിസ്മയപ്പെട്ടു സർവരും. നിലാവൊട്ടൊട്ടു കാൺമോളം കാട്ടിലെങ്ങും മുകുന്ദനെ തിരഞ്ഞു ഗോപിമാരെല്ലാം മടങ്ങി ഇരുളാകവേ. കൃഷ്ണൈക ചിത്തകൾ മറന്നിടിനാൻ മറ്റു സർവവും, യമുനാ പുളിനത്തിലാവിധം വിളികേട്ടുടനെത്രയും ക്ഷണം അരവിന്ദ വിലോചനം കനിഞ്ഞണവാനിങ്ങിനെ പാടിധന്യകൾ. അപ്പം അതാ ആ കരഞ്ഞുകൊണ്ട് രാധാറാണി തൻ്റെ ആ ഒരു രംഗം ഗംഭീരമായിട്ട് അഭിനയിക്കണു. കരഞ്ഞുകൊണ്ട് രാധാറാണി പറയണു, ഭഗവാനെ എന്നെ വിട്ടിട്ട് പോവല്ലേ, എൻ്റെ മുന്നിൽ വരണേ, ഞാൻ അറിയാണ്ട് ചെയ്ത അപരാധം പൊറുക്കണേ, ഞാൻ അങ്ങയുടെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇനി എപ്പോഴും നടക്കാം, എന്നെ വിട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് കരയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകമര്യാദയ്ക്ക് വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യമേ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ മറ്റുള്ള ഗോപികമാരെല്ലാവരും കൂടി വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്? രാധയോട് ചോദിക്കുന്നത്, സഖിയെ കണ്ണു ഉപേക്ഷിക്കേ, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയാലും സഖി കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. സഖിയെ എങ്ങനെയാണ് കണ്ണനെ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയുന്നു, എത്ര ഭഗവാന് പ്രിയപ്പെട്ടവനായാലും ആര് തന്നെയായാലും അവരുടെ ഉള്ളിൽ അവർക്ക് നാശമായിട്ടുള്ള അഹമോ എന്തെങ്കിലും ഭാവം, ആ ഷഡ്വികാരങ്ങളെ ഏതെങ്കിലും ഒന്ന് ഉദിച്ചാൽ അത് അവർക്ക് നാശമാകും എന്ന് ഭഗവാന് മനസ്സിലാവും. അപ്പോൾ ആ ക്ഷണം അതിനെ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ചൊരിയും എന്നതാ രാധാറാണി അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സമയത്ത് അവരെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ തൻ്റെ മുന്നിലാവാൻ വേണ്ടിയിട്ട് പാടിയെന്നാ പറയണേ. രുരുദുസ്വരം രാജൻ കൃഷ്ണദർശനലാലസ. ആ ഭഗവാനെ കാണാനുള്ള കൊതി കൊണ്ട്, അത്യത്ഭുതമായ കൊതി കൊണ്ട് അവരെ പാടാൻ തുടങ്ങി. ആരെങ്കിലും സങ്കടം വന്നാൽ പാടുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഭഗവാനെ പറ്റി പറയുന്നതെല്ലാം അവർക്ക് കീർത്തനങ്ങളാണ്, അവർക്ക് ആനന്ദമാണ്. ആനന്ദം ഉള്ളിലിരിക്കുമ്പോൾ അവർക്ക് അത് പാടാനല്ലാണ്ട് എന്തിനാ പറ്റുക? ദുഃഖമല്ല, ആനന്ദമാണ് അവരെ കൊണ്ട് പാടിച്ചത്. കൃഷ്ണൻ കൂടെ ഉള്ളപ്പോഴും, കൃഷ്ണനെ പറ്റി ചിന്തിക്കുമ്പോഴും, കൃഷ്ണനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ അവർക്ക് ആനന്ദമാണ് അവരുടെ. കാരണം കൃഷ്ണൻ അവരുടെ അടുത്തൊന്നും മറഞ്ഞിട്ടില്ല, അവർക്ക് അങ്ങനെ ഒരു ഭാവം തോന്നിയിട്ടില്ല. ആനന്ദം എപ്പോഴും കൂടെ ഉള്ളത് തന്നെയാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ പരമാനന്ദം. നമ്മുടെ കൂടെ എപ്പോഴും കൃഷ്ണനുണ്ട്. പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കാതെ കണ്ടാവുമ്പോഴാണ് ഇല്ല എന്നുള്ള തോന്നൽ വരിക. ഇല്ല എന്നുള്ള തോന്നലാണ് വരുന്നത്. പക്ഷെ അവർക്ക് അറിയാം അവരുടെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ് ഈ പുറമേ ഉള്ളത്. ആ സത്യത്തിനെ ഭഗവാൻ ബോധിപ്പിച്ചതാണ്. ആ അപഹരണ ലീലയുടെ ശരീരബോധം ഉണ്ടായാൽ എന്നെ കിട്ടില്ല, ആ ശരീരബോധം ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മാവായ എന്നെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്ന് അവരോട് പറഞ്ഞതാണ്. അവർക്കിതാ ആ ശരീരബോധം ഉണ്ടായ സമയത്ത് അത് ഭഗവാന്റെ ശരീരത്തിൽ ആ സൗന്ദര്യത്തിൽ രൂപത്തിലായിട്ട് കൊതിച്ചപ്പോൾ ഗോപികമാരെ വിട്ടുപോയി. തന്നിൽ സ്വയം ഇവിടെ രാധാറാണി എന്താ ചെയ്യണേ? ഇനി ഏത് വിധത്തിലായാലും തൻ്റെ പ്രിയപ്പെട്ടവളാണ് രാധ. അവളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നാലും ആരായാലും ആ തെറ്റിനെ ഞാൻ ഇല്ലാണ്ടാക്കുന്നു ഭഗവാന്റെ ആ സത്യത്തിനെ നമുക്ക് ബോധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് രാധയുടെ ആ ഭാവത്തെ കാണിച്ചപ്പോഴും ഭഗവാൻ രാധയെ വിട്ടുപോയില്ല. രാധയല്ലേ ഇപ്പം അങ്ങനെയുണ്ടല്ലോ, ഈ വലിയ വലിയ തലയിലിരിക്കുന്ന ആൾക്കാർ, അവരുടെ ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ അതൊന്നും സാരമില്ല, പോട്ടെ, അതിനൊക്കെ മറ്റുള്ളവരൊക്കെ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, അവർക്ക് ശിക്ഷയില്ല, കണ്ടില്ല എന്നടിക്കും. അങ്ങനെ ഭഗവാൻ അങ്ങനെ കണ്ടില്ല എന്നടിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ആര് തെറ്റ് ചെയ്താലും
ആ തെറ്റിനെ തിരുത്താൻ ഭഗവാൻ തിരുത്തും എന്നുള്ളതാണ്. അത് രാധയായാലും ആരായാലും, രാധ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാന്റെ തന്നെ അംശമാണ്. ഭഗവാൻ തന്നെയാണ് രാധയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം രാധയായാൽ പോലും ഭാഗവതത്തില് പറയണില്ലേ, ഋഷഭദേവന്റെ ഉപദേശത്തിൽ പറയണില്ലേ, ഭഗവാനും നമുക്ക് ഇടയിൽ വരുന്ന ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ അച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, ഗുരുനാഥൻ ഗുരുനാഥനല്ല, ഈശ്വരൻ പോലും ഈശ്വരനല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ശ്ലോകത്തില്. അതായത് ഈശ്വരഭാവങ്ങളും കുറേ ദേവതാഭാവങ്ങളുണ്ടല്ലോ, ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന് നമുക്ക് ഇടയിൽ വരുന്നത് ദോഷമായിട്ട് വരുന്നതാണ് നമ്മുടെ ഈശ്വര ചിന്തകളെങ്കിൽ അത് ആ ഈശ്വരൻ പോലെ അല്ലാന്നാണ് പറയണേ. കാരണം അങ്ങനെ ചെയ്യുക, അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യത്തിനെ വർദ്ധിപ്പിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഈശ്വരോപാസന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരനല്ല എന്ന് പറയുന്നു. നമുക്ക് എന്താ വേണ്ട? ആത്മചൈതന്യത്തെ വർദ്ധിപ്പിക്കുക വേണ്ടത്, ആ പരമപ്രേമത്തെ തിരിച്ചറിയുക വേണ്ടത്. അതിനുതകാത്ത ഒരു പൂജയും ഒരു ഹോമവും ഒന്നുമല്ല അതിനെ അതുകൊണ്ടാണ് നാമമാണ് നാമിയിലേക്ക് എത്തുക എന്ന് പറയണത്. നാമം ജപിക്കുക എന്നുള്ളത് ആ നാമിയിലേക്ക് എത്താനുള്ള വഴിയാണ് നാമജപം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരേ ഭാവങ്ങളെയും നമുക്ക് തോന്നുന്ന ഒരേ ഭാവങ്ങളെയും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നു, നമ്മളിതാ ചെന്നു, അപ്പോൾ എല്ലാവരും കുറേ ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്കിത് അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ടു, പരിചയമില്ലാണ്ട് കണ്ടു, ക്യൂ നിൽക്കാണ്ട് തൊഴാൻ പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ വൈഭവം കൊണ്ട് ഞാൻ എല്ലാവരെയും അറിയണ ആളാകൊണ്ട് എന്നുള്ളൊരു ഭാവം അവിടെ തോന്നിയോ? കഴിഞ്ഞു, ഭഗവാൻ കൈവിട്ടു. അത് നമ്മളോടുള്ള അതെന്താണെന്ന് അറിയോ? നമ്മൾ പൂർവജന്മകൃതമായിട്ട് ചെയ്ത ഏതോ ഒരു പുണ്യത്തിൻ്റെ പേരിൽ കുറേ നാമം ജപിക്കാൻ പറ്റി. ആ നാമം ജപിക്കാൻ പറ്റിയത് നമ്മൾ നാമം ജപിക്കണു, മറ്റുള്ളവർക്ക് ആ നാമം പകർന്നു കൊടുക്കുമ്പോൾ ഒരുപാട് ആ സത്സംഗത്തിൻ്റെ മഹിമയാണത്. സത്സംഗത്തിൻ്റെ മഹിമ കൊണ്ട് ഈശ്വരൻ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഈ ക്യൂ നിൽക്കാണ്ട് ഇങ്ങനെ തൊഴാൻ പറ്റുന്ന ആൾക്കാണ് ഏറ്റവും വലിയ മഹത്വം, ഭഗവാന് കൂടുതൽ ഇഷ്ടം. ഒരിക്കലും അല്ല. രണ്ട് വിധത്തിലുള്ളവരെ ഭഗവാൻ അങ്ങനെ തൊഴിക്കും. ഇവർ വേഗം അങ്ങോട്ട് വന്ന് പൊക്കോട്ടെ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ചിലവർ ഇതുകൊണ്ട് അങ്ങനെ തൊഴുത് കഴിഞ്ഞ് പോവുക എന്ന് വെച്ചാൽ ഭഗവാൻ കൊടുക്കണ ഭഗവാൻ അവർക്ക് നൽകണ ഒരു കാരുണ്യം എന്ന നിലയ്ക്ക്. പക്ഷെ ക്യൂ നിന്ന് തൊഴണവർ തന്നെയാട്ടോ ഭഗവാൻ ഇഷ്ടം. കാരണം അത്രയും നേരം സഹിച്ചിട്ട് എത്രയോ നേരം ക്യൂ നിന്ന് തൊഴുണ്ട്. പക്ഷെ നമ്മളപ്പോഴും ഭഗവാനെ മറക്കുകയാണ്. ഭഗവാൻ നമുക്ക് അവസരം തരികയാണ്. വീട്ടിലിരുന്ന് നമുക്ക് നാമം ജപിക്കാൻ നേരമില്ല, പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്യൂവിൽ നിർത്തും. ആ ക്യൂവിൽ നിർത്തുമ്പോഴും നമ്മൾ ലോകവർത്തമാനങ്ങൾ പറഞ്ഞ്, അവരുടെ കുറ്റം പറഞ്ഞ്, ഇവരുടെ കുറ്റം പറഞ്ഞ്, ഓഫീസിലെ കാര്യം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ആരെങ്കിലും ഒരാൾ അവിടെ ഇരുന്ന് സഹസ്രനാമം വായിക്കുകയും നാമം ജപിക്കുകയും ചെയ്താൽ അവരെ പരിഹാസത്തോടു കൂടി നോക്കണു. അവരുടെ കൂടെ ഒന്ന് നാമം ജപിക്കാൻ നമ്മുടെ നാവ് ചലിക്കണില്ല. അവരോടൊക്കെ അതൊക്കെ ഒരു ദുരഭിമാനമായിട്ട് കരുതണം. അപ്പോൾ ഈശ്വരൻ തന്ന ഈ അവസരം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യണേ ഭഗവാന്റെ. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം 3 മണിക്കൂർ ഒരാൾക്ക് നാമം ജപിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാരാണോ? എത്ര കർമ്മപ്രാരാബ്ധങ്ങൾ നീങ്ങിയിട്ട് എത്രയോ നന്മകൾ, നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ തീഴിയാൽ നമുക്ക് ആ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ വെറുതെ ഒരാൾക്കും ഒന്നും ലഭിക്കില്ല, അല്ലെ? അധ്വാനിക്കാണ്ട് ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം ആ മനഃശാന്തി സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു അവസരത്തിൽ നമുക്ക് എന്ത് പ്രയാസം ഉണ്ട് അവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാൻ? ഒരു പ്രയാസവും ഇല്ല നാമം ജപിക്കാനായിട്ട്. അത് മാത്രമല്ല, എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ എത്ര മഹത്തരാന്ന് ആലോചിക്കുക. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട്, അതിനല്ലേ അമ്പലത്തിലേക്ക് വരുന്ന ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. വേറെ വർത്തമാനങ്ങളൊന്നും പറയാണ്ട് കേൾക്കണവർക്കും കാണണവർക്കും അനുഭവിക്കണവർക്കൊക്കെ എന്തൊരു സുഖമാണ്. പക്ഷെ ചെയ്യില്ല. ഭഗവാൻ അവസരം തന്നാലും നമ്മൾ ചെയ്യില്ല. ഭഗവാൻ നമുക്കത് വായൊന്ന് തുറക്കുണ്ണി വച്ച് തരാമെന്ന് പറയുമ്പോൾ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വായ അടച്ച് പിടിച്ച് ഓടി നടക്കണ കുറുമ്പൻ കുട്ടികളില്ല. അതുപോലെയാണ് നമ്മൾ. ഭഗവാൻ ആ സ്പൂണിലാക്കി വായയിൽ വെച്ച് തന്നാലും വായ തുറന്നാലല്ലേ അകത്തേക്ക് കേൾക്കുള്ളൂ. അപ്പോഴല്ലേ നമ്മളുടെ ഔഷധം സേവിച്ചാലല്ലേ രോഗം മാറുള്ളൂ. ഏറ്റവും വലിയ ഔഷധമാണ്, എല്ലാത്തിനുള്ള സിദ്ധ ഔഷധമാണ്, ഒറ്റ മൂലിയാണ് നാമജപം. പക്ഷേ
നമ്മളതിനൊന്നും സ്വീകരിക്കില്ല, നമുക്കതൊന്നും പറ്റില്ല. ഇത് പറയണവർക്ക് ഭ്രാന്താന്നേ പറയുള്ളൂ. അവനവനതിനെ ആചരിക്കില്ല എന്ന് മാത്രമല്ല, ആചരിക്കണവരെ മുഴുവനും പരിഹസിക്കുകയും ചെയ്യും. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അപ്പോൾ ആ ക്യൂ നിൽക്കണോണ്ട് എന്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് എന്ത് ഗുണമുണ്ട്? നമ്മളവിടെ ചെന്ന് ക്യൂ നിന്ന് അവിടെ ചെല്ലുമ്പോഴാവും അപ്പുറത്തെ ക്യൂ കൂടെ കുറേ ആൾക്കാർ കയറണം, ഇപ്പുറത്തെ ക്യൂ കൂടെ കുറേ ആൾക്കാർ കയറണം. അപ്പം നമ്മൾ ഈ 3 മണിക്കൂർ ക്യൂ നിന്നതിൻ്റെ ദേഷ്യം മുഴുവനും ആ ആൾക്കാരോട് പറഞ്ഞു തീർക്കും. ഇവർ എന്ത് കാര്യമുണ്ട് ഇങ്ങനെ ഭഗവാനെ വന്ന് കണ്ടിട്ട്? ഇവരെന്തിനാ അങ്ങനെ കയറണേ? ഇവരെന്താ അങ്ങനെ കാര്യം? അങ്ങനെ ഇത്ര ആൾക്കാർ ക്യൂ നിൽക്കണം. ഇവരവിടെ ചെന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഭഗവാൻ ഇവരൊന്നും കാണില്ല. നമ്മൾ ക്യൂ നിന്നിട്ട് ഒരു കാര്യമില്ല. ആ ചെയ്യേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം. ഒരു വലിയൊരു കൃഷിസ്ഥലം തന്നു. എന്നിട്ട് നമ്മൾ ആ കൃഷിസ്ഥലത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും മഴയൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ കയറിപ്പോന്നു എന്നുള്ളതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അധ്വാനിക്കണം അവിടെ, രാവും പകലും വെയിൽ കൊള്ളും. അതേസമയം ചിലപ്പോൾ രാവിലെ കുറച്ച് നേരമോ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരം പോയിട്ട് 2 തവണ 2 കൈക്കോട്ട് കളിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു കൊച്ചു കൃഷി ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയത്, അതിൻ്റെ ഫലം കിട്ടിയെന്ന് വരും. ഇത് ആ വെയിലത്ത് ഇങ്ങനെ നിന്നിട്ട് അധ്വാനിക്കാണ്ട് ഇങ്ങനെ നിൽപ്പ് നിന്നാൽ അവിടെ നിന്ന് ഒന്നും ലഭിക്കാൻ പോണില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും കിട്ടും. ഇവിടെ വന്നാൽ അവിടെ എന്തോ ശക്തിയുണ്ട്, എന്തോ ഒരു ചൈതന്യമുണ്ട്, അവിടെ എന്തോ കിട്ടും എന്ന് നമുക്കറിയാം. അത് എളുപ്പത്തിൽ എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ നോക്കണത്. അല്ലാണ്ട് അത് ഇപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ ക്യൂവിൻ്റെ അവസാനമാണ് നമ്മളെ നിർത്തിയെന്ന് അതിനെ ആസ്വദിക്കാൻ സാധിക്കണം. ആ സമയം മുഴുവൻ നാമം ജപിക്കാൻ സാധിക്കണം. ആ സമയം മുഴുവൻ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കണം. ആരെങ്കിലും നാമം ജപിക്കാൻ വരെ കൂടെ നാമം ജപിച്ചില്ലെങ്കിലും അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലെങ്കിലും നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഇരുന്ന് മറ്റുള്ള വർത്തമാനങ്ങൾ പറയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ പിന്നെന്താ കാര്യം? ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും പറയാനുള്ളത്. ഇതിലപ്പുറമൊന്നും പറയാനില്ല. സാധിക്കട്ടെ. എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്. ആ ഗോപികമാരുടെ ഗോപികാഗീതം അത് നാളെ നമുക്ക് കേൾക്കാം. അത് കുറച്ച് പ്രയാസമുള്ള ഒരു വരികളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രയാസമുള്ള വരികളാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. കാരണം ഇപ്പം ഇതിന് പറഞ്ഞാൽ ഇന്ന് ഇത് കേൾക്കണവർ ചിലപ്പോൾ നാളെ കേട്ടുമെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ കാര്യം അപ്പം പറയാം. അതല്ലേ നന്നാവുക. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എല്ലാവരുടെ ഉള്ളിലും വേണ്ടതുപോലെ ഐശ്വര്യൻ തിളങ്ങുന്ന ശ്രീഹരിയെ, എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ശ്രീഹരിയെ അനുഭവമായി തീരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആ പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിലും ആ ഗോപി തമ്പുരാട്ടിമാരുടെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും ഗോപി തമ്പുരാട്ടിമാരുടെയും ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം.